ഇന്നത്തെ സമൂഹത്തിന് ഒരു നല്ല ഗൈഡൻസായി മാറും. മുന്നോട്ടുള്ള ജീവിതത്തെ താളപ്പിഴകൾ കൂടാതെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു പ്രചോദനം ആയിത്തീരും. അപ്പം നമുക്കിന്ന് മുന്നോട്ട് ജീവിക്കാൻ പ്രോത്സാഹനവും പ്രചോദനവും ഉത്സാഹമൊക്കെ വേണം. അതിനുള്ള ഒരു ഊർജം, ശക്തി നമുക്ക് കണ്ടെത്താൻ ഭാഗവതം അനുഗ്രഹിക്കും. അപ്പം അതുകൊണ്ട് വെറുതെ ഭാഗവതം കേൾക്കരുത്. നിങ്ങളിങ്ങനെ സപ്താഹങ്ങളൊക്കെ കേട്ട് ധാരാളം സപ്താഹങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും. പക്ഷേ പലപ്പോഴും ഈ സപ്താഹമൊക്കെ കേൾക്കുമ്പോൾ 5000 വർഷം മുമ്പ് പറഞ്ഞ കഥയ്ക്ക് ഇന്നെന്ത് കാര്യമുണ്ട്? പലരും തെറ്റിദ്ധരിക്കുന്നത് അതൊക്കെ കേട്ടാൽ എന്തോ പുണ്യം കിട്ടുന്നതാണ്. ഈ പുണ്യമാണ് നമ്മൾ കുഴപ്പത്തിലാക്കി. പുണ്യത്തിന് വേണ്ടി കേൾക്കരുത്. ഒരു ഉത്തരവാദിത്വം ഉണ്ടാവാൻ കേൾക്കണം. എന്താ ഉത്തരവാദിത്വം? നമ്മുടെ ജീവിതത്തെ നമുക്ക് ഉയർത്തണം, മറ്റുള്ളവരുടെ ജീവിതത്തെയും ഉയർത്തിയെടുക്കാൻ സഹായിക്കണം. അങ്ങനെ കേട്ടിരുന്നെങ്കിൽ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവില്ലായിരുന്നു. കാരണം കുടുംബജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഭാഗവതത്തിലെ ഉപദേശങ്ങൾ നമുക്ക് ഉപകരിക്കുമായിരുന്നു. ഇന്നിപ്പം ഭാഗവതം കേട്ടിട്ടും വീട്ടിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല നമുക്ക്. അവിടെ മക്കളായിട്ട് കലഹിക്കണു, ഭാര്യയും ഭർത്താവും മുട്ടൻ അടിയാണ്. അപ്പം ഈ തരത്തിലൊക്കെ നമ്മൾ വീടുകളിൽ നോക്കുമ്പോൾ ഈ ഭാഗവതം കേട്ടതിൻ്റെ ഒന്നും ഒരു പ്രയോജനമില്ല. ഭാഗവതം എവിടെയോ കേട്ടു, ഇവിടെ വേറെ പ്രശ്നങ്ങൾ. ഇപ്പം നോക്കൂ, നിങ്ങൾ ആ ഭാഗവതം കേട്ടതുകൊണ്ട് എന്താ പ്രയോജനം ഉണ്ടായത്? അപ്പം ഭാഗവതം നമുക്ക് നിത്യജീവിതത്തിലേക്ക് വരണം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് അതിനെ കൊണ്ടുവരണം. അതിനാണ് നമ്മൾ ഭാഗവതം വായിക്കുമ്പോൾ സാധാരണ നമ്മൾ വായിക്കുന്ന പോലെ വായിക്കരുത്, മറ്റുള്ളവർ വായിക്കുന്ന പോലെ വായിക്കരുത്. പറയാറില്ലേ, വരികൾക്കിടയിലൂടെ വായിക്കുക എന്ന് പറയില്ലേ? എന്താണ് വരികൾക്കിടയിലൂടെ എന്ന് പറഞ്ഞാൽ? ആ വരികൾക്കിടയിൽ നിന്നും നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിന് വേണ്ടുന്ന സന്ദേശങ്ങൾ ഒപ്പിയെടുക്കാൻ, അതിൽ നിന്നും ഗ്രഹിച്ചെടുക്കാൻ സാധിക്കണം. നമ്മൾ പഴയ കാലത്ത് ഇപ്പം കാണാറില്ല, ഈ ജ്വല്ലറിയുടെയൊക്കെ മുന്നിൽ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് കാലത്ത് മണ്ണൊക്കെ അവിടെ നിന്ന് ബ്രഷ് ചെയ്തെടുക്കും. കണ്ടിട്ടുണ്ടോ ഈ കാഴ്ച ആരെങ്കിലും? ഇപ്പം അത് കാണില്ല. പഴയ ഒരു വർഷങ്ങൾക്കൊക്കെ മുമ്പ് രാവിലെ ഇങ്ങനെ യാത്ര ചെയ്യണം ടൗണിൽ കൂടെ. അപ്പോൾ പല ടൗണിൽ ഈ ജ്വല്ലറി ഷോപ്പിൻ്റെ മുന്നിൽ ഇവരിങ്ങനെ ബ്രഷ് കൊണ്ട് താഴെയുള്ള മണ്ണൊക്കെ കൂട്ടി കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഈ കാഴ്ച? കണ്ടിട്ടുണ്ടോ? എത്ര പേര് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു കാഴ്ച? അപ്പോൾ അവർ ആ മണ്ണൊക്കെ എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി അരിക്കും. അരിച്ച് അതിൽ നിന്ന് കുറച്ചൊരു പെർസെൻറ്റേജ് സ്വർണം കിട്ടുമായിരിക്കാം. അതിനു വേണ്ടിയിട്ടാണ് പാവങ്ങളത് ചെയ്യുന്നത്. പക്ഷെ എന്നാലും അവർക്കതിൽ ആ സ്വർണം കണ്ടെത്താൻ പറ്റും. മനസ്സിലായില്ലേ? ഞാനിത് ഇത്ര പറയാൻ കാരണം, ഓസ്ട്രേലിയയിൽ അവിടെ ഒരു സ്വർണ്ണഖനിയുണ്ട്, വെസ്റ്റ് കോസ്റ്റ് ഏരിയയിൽ. അപ്പോൾ അവിടെ ഈ വെസ്റ്റ് കോസ്റ്റിൽ പോയിട്ട് നമുക്ക് ആ സ്വർണ്ണഖനിയിൽ പോയിട്ട് നമുക്കും ഇങ്ങനെ മണൽ വാരിയിട്ട് ഇങ്ങനെ ഇളക്കാം. അതിനവിടെ കയറാൻ തന്നെ $20 കൊടുക്കണം. പിന്നെ അത് ഇളക്കി അതിൽ അത്യാവശ്യമൊക്കെ സ്വർണം കിട്ടും ചെയ്യും കേട്ടോ. കുറച്ചൊക്കെ സ്വർണം കിട്ടും. അത് ഇത്തിരി എക്സ്പേർട്ടായിട്ടുള്ളവർക്ക്, തീരെ പരിചയമില്ലാത്തവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ചിലർക്ക് വേഗം ഇങ്ങനെ അരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ സ്വർണത്തിൻ്റെ പൊടി അത് നിങ്ങൾക്ക് തരും ചെയ്യും അവർ. അതാണ് അവരുടെ ഒരു സമ്പ്രദായം. സ്വർണ്ണഖനിയാണ്. മണ്ണിലങ്ങനെ സ്വർണത്തിൻ്റെ അംശം വളരെ വളരെ കൂടുതലൊരു സ്ഥലമാണ്. അപ്പം പറഞ്ഞതുപോലെ ഇവിടെ ഭാഗവതം നമ്മൾ കേൾക്കുന്നതും അരിച്ചെടുക്കലാണ്. കഥകളെ മാറ്റിയിട്ട് കഥകളിലൂടെ കാലഘട്ടത്തിന് വേണ്ടുന്ന സാരം അതിൽ നിന്നെടുക്കുക. വലിയൊരു കൂമ്പാരം മണ്ണ് മാറ്റി അതിൽ നിന്ന് ഇത്തിരി സ്വർണം കിട്ടുന്ന പോലെ. എന്നാൽ സ്വർണത്തിൻ്റെ വാല്യൂ നോക്കുമ്പോൾ, ഈ മണ്ണിൻ്റെ വിലയും നോക്കുമ്പോൾ ഏതിനാണ് മൂല്യം? സ്വർണത്തിനാണ്. എന്നതുപോലെ
കഥകളിൽ നിന്നും നമ്മൾ സാരത്തെ എടുക്കുക. ഇതാണ് പിബത ഭാഗവത രസം. പിബത ഭാഗവത രസം. അപ്പം നമ്മൾ ഭാഗവതം പിബതയാണ്. ഇനി ഏത് പിബത? ഭാഗവത രസം. ആ രസത്തെയാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോഴാണ് കാലഘട്ടത്തിനനുസൃതമായി ഭാഗവതം നമുക്ക് പ്രയോജനപ്പെടുക. ഇങ്ങനെ ഓരോ കഥകളും നിങ്ങൾ കാണാൻ ശ്രമിക്കണം. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചിന്തിക്കണം. അപ്പം നമുക്ക് ഭാഗവതം നല്ലൊരു കൗൺസിലിംഗ് ടെക്സ്റ്റാക്കി, ഒരു ഗൈഡിങ് ടെക്സ്റ്റാക്കി, ഒരു ലൈഫ് മാനുവലാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഒന്നുകൂടി പറഞ്ഞാൽ ഒരു ലൈഫ് മാനേജ്മെൻറ്റ് ടെക്സ്റ്റാക്കി മാറ്റാൻ പറ്റും. നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ആവശ്യമാണത്. കാരണം നമ്മുടെ കുട്ടികൾ ഇന്ന് വളരെ സ്ട്രെസ്ഫുള്ളാണ് ലൈഫ്. അവർക്ക് ഇനിയുള്ള കാലം പഠിക്കാൻ പറ്റില്ല. നമ്മുടെ കാലഘട്ടം പോലെയല്ല ഇപ്പോഴത്തെ ബ്രെയിൻ സിസ്റ്റം. ചെറുപ്പത്തിലെ അവർ ഓവറായിട്ട് എക്സ്ട്രോവേർട്ടഡായി. കാര്യം ഈ മൊബൈൽ ഫോൺ വന്നപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്കുള്ള അവരുടെ ഇൻട്രസ്റ്റ് വളരെ കൂടിയോ കുറഞ്ഞോ? കൂടി. ഒരുപാട് എക്സ്ട്രോവേർട്ടഡ്നെസ് വന്നപ്പോൾ അവർക്കൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് വളരെ കുറഞ്ഞു വരികയാണ്. അപ്പം പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം അത് ഇൻട്രസ്റ്റിംഗ് അല്ല, അത് വളരെ ബോറിംഗ് ആണ്. അത് വളരെ ചിന്തിക്കേണ്ടത്, ബുദ്ധിപരമായി ചിന്തിക്കേണ്ടതാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. അതായത് മനുഷ്യൻ എൻ്റർടൈൻമെൻറ്റ് കൂടിപ്പോയാൽ ഇൻ്റലക്ച്വലിസം കുറഞ്ഞു പോകും. ഒരുപാട് എൻ്റർടൈൻമെൻറ്റിലേക്ക് പോയി ഇന്നത്തെ കുട്ടികൾ. ഒരുപാട് മൊബൈൽ അഡിക്ഷൻ വന്നാൽ അവർക്ക് ആ ഇൻ്റലക്ച്വലി ഫോക്കസ് ചെയ്യാനുള്ള കഴിവ്, കാര്യം ഇൻ്റലക്ച്വലിസത്തിന് ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവില്ല. കാരണം അത് കുറേയും കൂടി നോളജ് ബേസ്ഡാണ്. അത് കുറേയും കൂടി ഗ്രാസ്പ് ചെയ്യേണ്ട കാര്യമാണ്. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഭാഗവത കഥ കേൾക്കാൻ കൂടുതൽ ആളുകൾ എന്താ പോകാൻ കാരണം? കാരണം അതൊരു ഇമോഷണലാണ്, അതിൻ്റെ ഒരു മൈൻഡിൻ്റെ ലെവലാണത്. എന്നാൽ ഫിലോസഫി കേൾക്കാൻ ആൾക്കാരെന്താ പോകാത്തതിന് കാരണം? അത് ഇൻ്റലക്ച്വലാണ്, അത് കുറേയും കൂടി ഗ്രാസ്പ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതെത്ര എളുപ്പത്തിൽ തലയിൽ കയറില്ല. അപ്പം അതുകൊണ്ടാണ് ആളുകൾക്ക് കൂടുതൽ കഥകളോട് ഇഷ്ടം. അപ്പം നമ്മളിത് ബാലൻസ് ചെയ്യണം. കഥകളിൽ നിന്ന് കാര്യത്തെയും നമുക്ക് ഗ്രാസ്പ് എടുക്കാനുള്ളൊരു കഴിവ് നമുക്ക് വേണം. അപ്പം നമുക്ക് ഈ കഴിവുണ്ട്, നമുക്ക് മനസ്സിലാവും കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ കഴിവ് നേടിക്കൊടുക്കാൻ നമുക്ക് സാധിക്കുക. ഇന്ന് നമുക്ക് കുട്ടികളിൽ വളരെയധികം ആ ഫോക്കസിങ് പവർ നഷ്ടപ്പെട്ടുകൊണ്ടാണ്, കുട്ടികൾ സ്ട്രെസ്ഫുൾ ആയതുകൊണ്ടാണ് ഇന്ന് കുട്ടികൾക്ക് സൂംബ ഡാൻസൊക്കെ വെച്ചിരിക്കുന്നത്. കാരണം കുട്ടികൾ അത്രമാത്രം ഓവറായിട്ട് എൻ്റർടൈൻമെൻറ്റിലേക്ക് പോയി. ഇപ്പം ബ്രെയിനിൽ അവർക്ക് ഫോക്കസിങ് പവർ കുറഞ്ഞു. ആ ഫോക്കസിങ് പവർ കുറഞ്ഞോണ്ടോ ക്ലാസ്സുകൾ കേൾക്കണമെന്നൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ട്യൂഷന് പോകേണ്ടി വന്നു. അത് ഓവർ ഡോസ് കൊടുക്കുക. അപ്പം എല്ലാം കൂടി ബ്രെയിനകത്ത് സ്ട്രെസ്സ് കൂടി, ടെൻഷൻ കൂടി. അതുകൊണ്ടാണ് ഇന്ന് കുട്ടികൾക്ക് രോഗങ്ങളൊക്കെ കൂടിക്കൂടി വരികയാണ്. നിങ്ങൾക്ക് ഒരു 25 വയസ്സാകുമ്പോഴേക്കും BP ആയി, ഷുഗറായി, ഒക്കെ ആരോഗ്യ പ്രശ്നങ്ങളായി. കാരണം ഈ സ്ട്രെസ് എടുക്കും തോറും അത് ഇൻറ്റേർണൽ ഓർഗൻസിനെ വളരെയധികം ബാധിക്കും. കുറേ കഴിഞ്ഞാൽ ഉറക്കത്തെ ബാധിക്കും. മനസ്സിലായില്ലേ? ഡിമെൻഷ്യ, ഇൻസോമിയ ഒക്കെ ഓരോരോ ബ്രെയിൻ പ്രവർത്തനങ്ങളെയൊക്കെ ബാധിക്കുകയാണ്. അപ്പം ഒരു ബാലൻസ്ഡ് ലൈഫ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും ഈ മോഡേൺ കാലത്ത്. അതുകൊണ്ടാണ് ഇപ്പോൾ സൂംബ ഡാൻസ് വേണ്ടി വന്നത്, അല്ലേ? സൂംബ ഡാൻസ് എന്ത് കണ്ടാണ് ഗവൺമെൻറ് കൊണ്ടുവന്നത്? കുട്ടികൾക്ക് വളരെയധികം സ്ട്രെസ്സ് കൂടിപ്പോയി. അപ്പം അതിനൊരു റിലാക്സേഷൻ, അതിനൊരു സ്വസ്ഥത വേണം. മനസ്സിലായില്ലേ? അതുപോലെ അവരിൽ തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് കാണണം. ഈ മൊബൈൽ അഡിക്ഷനിൽ നിന്നും അവർ മാറണം. ഈ തരത്തിലൊക്കെ കുട്ടികൾ ഒരുപാട് പഴയ കുട്ടികളിൽ നിന്നും മാറിപ്പോയി. അപ്പം അതുകൊണ്ട് ഭാഗവതം എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം? ഒരു ലൈഫ് മാനേജ്മെൻറ്റിന് ഭാഗവതത്തെ എങ്ങനെ കൊണ്ടുവരാം? നമ്മളിവിടെ കാണുന്ന കഥ ഭാഗവതത്തിലെ 4-ാം സ്കന്ധത്തിലെ ധ്രുവചരിതമാണ്. ഇപ്പം ഇന്നലെ നമ്മൾ
തൃതീയ സ്കന്ധം പറഞ്ഞപ്പോൾ അവിടെ സ്വയംഭൂ മനുവിന് 5 മക്കളുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞു. അതിൽ ദേവഹൂതിയുടെ കഥ പറഞ്ഞു. ദേവഹൂതിയാണ് കർദമൻ കല്യാണം കഴിച്ച് ആ കർദമനിലുള്ള മകനായിരുന്നു കപില വാസുദേവൻ. പ്രസൂതിയുടെ മകനായിരുന്നു ദക്ഷപ്രജാപതി. ആകൂതിയുടെ മകനായിരുന്നു നരനാരായണ ഋഷി. പിന്നീട് 2 ആൺമക്കളിൽ ഉത്താനപാദൻ എന്ന് പറയുന്ന രാജാവ് 2 കല്യാണം കഴിച്ചു. ആ 2 കല്യാണം, ഒന്ന് സുനീതി എന്ന കുട്ടിയെയും മറ്റൊന്ന് സുരുചിയെയും. സുനീതിയിലുണ്ടായ മകനാണ് ധ്രുവൻ. സുരുചിയിലുണ്ടായ മകനാണ് ഉത്തമൻ. അങ്ങനെ ധ്രുവനും ഉത്തമനും വളർന്നു വരുന്നു. മൂത്ത പുത്രൻ ആരാണ്? ധ്രുവനാണ്. രണ്ടാമത്തെ പുത്രൻ ഉത്തമനാണ്. ഈ 2 കുട്ടികളിങ്ങനെ വളർന്നു വരുമ്പോൾ സുനീതി വളരെ ആത്മീയ നിഷ്ഠയുള്ളൊരു പെൺകുട്ടിയായിരുന്നു. വളരെ കൃത്യനിഷ്ഠയായി ജപസാധനകളൊക്കെ ഉള്ള ആളായിരുന്നു. എന്നാൽ ഈ സുരുചിക്ക് അതിലൊന്നും വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. അവർക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കുക, വീട്ടിലെ കാര്യം, കൊട്ടാരത്തിലെ കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുക. രാജാവിനെ വളരെ സുഖിപ്പിച്ചു നിർത്താൻ വളരെ കഴിവുള്ള സ്ത്രീയായിരുന്നു ആര്? സുരുചി. രാജാവിനും അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ നോക്കുന്നുണ്ട്, തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ സുനീതിയാണെങ്കിൽ കുറേ നേരം ജപത്തിലും ധ്യാനത്തിലൊക്കെയാണ്. ഇപ്പം രാജാവ് സുരുചിയോട് കൂടുതൽ അടുത്തു. ഇത് മുതലെടുത്തു സുരുചി. സുരുചിക്ക് മനസ്സിലായി രാജസംസ്കാരം അനുസരിച്ച്, പാരമ്പര്യം അനുസരിച്ച് മൂത്ത പുത്രനായിരിക്കും എപ്പോഴും രാജ അധികാരം കിട്ടുക. ഇപ്പം എങ്ങനെയെങ്കിലും രാജാവിനെ കൊണ്ട് ഈ സുനീതിയെ ഇവിടെ നിന്ന് കളയിപ്പിച്ചാൽ, സുനീതിയെ ഡൈവേഴ്സ് ചെയ്താൽ, അപ്പം പിന്നെ രാജാധികാരം ധ്രുവന് പോവില്ല, രാജാധികാരം എൻ്റെ പുത്രന് കിട്ടും. ഇത് മനസ്സിലാക്കിയ സുരുചി അതിനുള്ള തലയണ മന്ത്രങ്ങളൊക്കെ ഡെയിലി ചൊല്ലും. ആരോട്? രാജാവിനോട്. എന്ന് വെച്ചാൽ സുനീതിയുടെ കുറ്റവും കുറവുകളും പറഞ്ഞു കൊടുത്ത് അവസാനം സുനീതിയോടുള്ള രാജാവിൻ്റെ ഒരു താല്പര്യം, ഇഷ്ടം കുറഞ്ഞു. എന്നാൽ സുനീതി ഇതിലൊന്നും താളം തെറ്റിയില്ല. കാരണം സുനീതിയിലൊരു ആത്മീയ നിഷ്ഠ ഉള്ളതുകൊണ്ട് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടു. അതാണ് ചെറുപ്പത്തിലെ ഒരു സ്പിരിച്വൽ ഓറിയൻറ്റേഷൻ ഉണ്ടെങ്കിലുണ്ടല്ലോ, പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളൊക്കെ അവർക്ക് അനുകൂലമാക്കുവർ. കാരണം നന്നായല്ലോ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കൂടുതൽ എൻ്റെ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടുന്നു, ഒരു കൂടുതൽ സമയം കിട്ടുന്നു. അവരിരുന്ന് കരഞ്ഞ് സമയം കളയില്ല, അവരാർക്കും വേണ്ടി സമയം കളയില്ല. മനസ്സിലായില്ലേ? ആ മകൻ മരിച്ചു, മകൾ മരിച്ചു, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു, അല്ലെങ്കിൽ ഭാര്യ മരിച്ചു എന്ന് പറഞ്ഞാൽ ഇരിക്കില്ല. ആരുടെയും മരണത്തിലിരുന്ന് കരയുന്നവരല്ല അവർ അവരുടെ സാധനയും കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. ആരുണ്ടെങ്കിലും കുഴപ്പമില്ല, ആരില്ലെങ്കിലും കുഴപ്പമില്ല. ശങ്കരാചാര്യസ്വാമികൾ പറയും, അങ്ങനെയൊരു മനസ്സ് നേടിയെടുക്കാൻ പറ്റിയാലുണ്ടല്ലോ നിങ്ങൾ ഒരിക്കലും അപ്സെറ്റ് ആവില്ല ജീവിതത്തിൽ. ശങ്കരാചാര്യസ്വാമിയുടെ ഭാഷയിൽ പറഞ്ഞാൽ യോഗരഥോവാ ഭോഗരഥോവാ സങ്കരഥോവാ സംഘവിഹീന യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യേവ ഭജ ഗോവിന്ദം വിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. എന്താ പറയണത്? സങ്കരതോവാ സംഘവിഹീന. സംഘം ആളുകൾ ഉണ്ടായിക്കോട്ടെ, ആളുകൾ ഇല്ലാതിരുന്നോട്ടെ, ഇതൊന്നും ബ്രഹ്മണി രമതേ ചിത്തം. ആരുടെ ചിത്തമാണോ ബ്രഹ്മണി രമതേ, അനുഷ്ഠാനത്തിൽ രമിക്കുന്നത്, അനുഷ്ഠാനത്തിൽ ഒരു സുഖം കണ്ടെത്തുന്നത്, അങ്ങനെയുള്ളവരെ അപ്സെറ്റാക്കാൻ ഒരു ബന്ധങ്ങൾ വിട്ടുപോയാലും സാധ്യമല്ല. ഇപ്പം നോക്കൂ, മനുഷ്യൻ്റെ മനസ്സിന് ഇങ്ങനെയൊക്കെ ഇവോൾവ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. പക്ഷെ പലരും വളരുന്നില്ല. പലരും ലൗകിക ലോകത്തിലാണ് എത്തി നിൽക്കുന്നത്. ഞാൻ രാവിലെ പറഞ്ഞേ, ബോധമനസ്സുണ്ട്, ഉപബോധ മനസ്സുണ്ട്, അബോധ മനസ്സുണ്ട്. ഏതിലേക്ക് വളരുന്നില്ല? ഏതിലേക്ക് വികസിക്കുന്നില്ല?
അവബോധ മനസ്സിലേക്ക് അത് അറിയണ്ടേ, അങ്ങനെയൊന്നുണ്ട്, ഒരു പരിണാമമുണ്ട്. ഇനിയും എനിക്കൊരു ആപ്പ്, അതായത് നമ്മൾ പഴയ കാലത്തൊക്കെ മനുഷ്യൻ കുരങ്ങനല്ല മനുഷ്യനല്ലാത്ത ആപ്പുകളിൽ നിന്ന് മനുഷ്യൻ ക്രമേണ ഇവോൾവ് ചെയ്ത് മനുഷ്യനായി. ഡാർവിൻ അത്രയൊക്കെ കണ്ടെത്തി എങ്ങനെയാണ് അമീബയിൽ നിന്ന് മനുഷ്യനിലേക്ക് എത്തിയത്. പക്ഷേ മനുഷ്യൻ്റെ ഉള്ളിൽ നടക്കുന്ന പരിണാമത്തെക്കുറിച്ച് ഡാർവിൻ പറഞ്ഞു, എനിക്കതിനെക്കുറിച്ച് ഒട്ടും അറിയില്ല. എന്നാൽ ഇവിടെയാണ് ഭാരത ഋഷിവര്യന്മാർ പറയണത്, ഉദ്ധരേത് ആത്മനാത്മാന, മനുഷ്യന് ഇനിയും ഉപബോധ മനസ്സിലേക്കും അതുപോലെ പൂർണ്ണബോധ മനസ്സിലേക്കും. എവിടേക്ക്? അവർക്ക് പറയൂ. ഉപബോധ മനസ്സിലേക്കും പൂർണ്ണബോധ മനസ്സിലേക്കും മനുഷ്യന് ഉയരാൻ പറ്റും. ഭഗവത്ഗീതയിൽ 12-ാം അധ്യായത്തിലെ 4-ാം ശ്ലോകം എടുക്കുക. ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമാവാൻ വേണ്ടി പറയാം. ഞാനീ പറയുന്നത് എത്രമാത്രം ശാസ്ത്രസമ്മതം ഉള്ളതാണ്. ഹൗ ഇറ്റ് ഈസ് കൺഫേംഡ് ബൈ ഗീത, അതാണ് ചോദ്യം. അത് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവണം. അപ്പോൾ ഈ ശ്ലോകം മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ഈ ഉപബോധ മനസ്സിനെ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ സമചിത്ത മനസ്സ് എന്ന് പറയാം. എന്താണ് സമചിത്ത മനസ്സ്? 12-4 ഗീത 12-ാം അധ്യായത്തിൽ 4-ാം ശ്ലോകം. ആരാണോ സംനിയമേന്ദ്രിയ ഗ്രാമം, അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂ. സംനിയമേന്ദ്രിയ ഗ്രാമം, ഇന്ദ്രിയ ഗ്രാമം എന്ന് പറഞ്ഞാൽ, ഗ്രാമം എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ് അർത്ഥം. ഗ്രാമം എന്ന് പറഞ്ഞാൽ ആളുകൾ കൂട്ടത്തോടെ താമസിക്കുന്ന സ്ഥലങ്ങളെയാണ് ഗ്രാമങ്ങൾ എന്ന് പറയുക. പഴയ കാലത്ത്, ഇന്നത്തെ കാലത്ത് കേരളം പോലെ ആയിരുന്നില്ല നമ്മുടെ വീടുകളൊക്കെ. പഴയ കാലത്ത് കൃഷി സ്ഥലം ഒരു ഭാഗത്ത്, ആളുകളൊക്കെ താമസിക്കുന്നത് കൂട്ടമായി ഒരുമിച്ച്. ഇപ്പോഴും നിങ്ങൾ ഈ അഗ്രഹാരങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ഇല്ലേ? ഇങ്ങനെ കൂട്ടമായിട്ട് താമസിക്കും ഒരിടത്ത്. ഇന്നിപ്പോൾ നമ്മൾ സ്പ്രെഡായിപ്പോയി. ഏറ്റവും പഴയ കാലഘട്ടത്തിൽ ഇപ്പോഴും ഉണ്ട് ഇതൊക്കെ. കർണാടകയിലും ആന്ധ്രയിലൊക്കെ പോയാൽ ഇപ്പോഴും നിങ്ങൾക്കത് കാണാം. നോർത്തിലൊക്കെ പോയാൽ കാണാം. ഇപ്പോഴും അത് പോയിട്ടില്ല ആ കൾച്ചർ. കൃഷി എന്ന് പറഞ്ഞാൽ അങ്ങനെ കിലോമീറ്ററോളം കൃഷിപ്പാടങ്ങൾ മാത്രമായിരിക്കും. ആളുകളെല്ലാം കൂടി താമസം ഒരു കൂട്ടമായിട്ട്. അങ്ങനെയുള്ളതിന് ഗ്രാമം എന്ന് പറയും. മനസ്സിലായി? ഇപ്പം നമ്മൾ ഈ വില്ലേജ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നമ്മുടെ ആ രീതി മാറിപ്പോയി. പോട്ടെ. അപ്പോൾ ഇന്ദ്രിയ ഗ്രാമം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇന്ദ്രിയ കൂട്ടം. ഇപ്പം ഏതൊക്കെയാണ് ഇന്ദ്രിയ കൂട്ടം? ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയം. അതെന്ത് ചെയ്യണം? സംയമനം ചെയ്യണം. എന്ന് വെച്ചാൽ നട്ടെല്ല് നിവർന്ന് കണ്ണൊക്കെ അടച്ച് മനസ്സിനെ ഏതെങ്കിലും ഒരു ഉപാസനയിൽ, നാമജപത്തിൽ ഏകാഗ്രമാക്കുന്നതിൻ്റെ പേരാണ് സംനിയമേന്ദ്രിയ ഗ്രാമം. അങ്ങനെ ചെയ്താൽ എന്താ കിട്ടാൻ പോണത്? അനുഷ്ഠാനത്തിലൂടെ ഉപബോധ മനസ്സ് ഉണരും. ഏതുണരും? ഇപ്പം നമ്മൾ ബോധ മനസ്സിൽ നിന്നും അവബോധ മനസ്സിൽ നിന്നും അബോധ മനസ്സിൽ നിന്നും ഏതിലേക്ക് ഉയരും? നമ്മളിലെ ഉപബോധ മനസ്സുണരും. ഏതിലൂടെ? നിരന്തരമായ ജപധ്യാനങ്ങളിലൂടെ. അതിൻ്റെ പേരാണ് സംനിയമേന്ദ്രിയ ഗ്രാമം. അങ്ങനെ അനുഷ്ഠിച്ച് ഒരാൾ മാനസികമായിട്ട് ഉപബോധ മനസ്സിലെത്തിയാൽ ആ ഉപബോധ മനസ്സിൻ്റെ സ്വഭാവം സർവത്ര സമബുദ്ധയാ, സമചിത്തത വരും. എന്താ ഈ സമചിത്തത? ശ്രദ്ധിക്കുക. സമചിത്തത എന്ന് പറഞ്ഞാൽ ഈ ഉപബോധ മനസ്സിന് 3 പ്രത്യേകത ഉണ്ട്. ഉപബോധ മനസ്സിൻ്റെ പ്രത്യേകത അകക്കണ്ണ് തുറക്കും. അതായത് മനസ്സിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ണാടിയിൽ കാണുന്ന പോലെ സ്പഷ്ടമായിട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ മനോവികാര വിചാരങ്ങളെ മാറി നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ മറ്റൊരാളെ കാണുന്ന പോലെ ഏത് കാണും? നമ്മുടെ ഉള്ളിൽ നടക്കുന്ന വിചാരങ്ങളെ കാണാൻ പറ്റും. അപ്പം എന്തുണ്ടാവും? അങ്ങനെ കാണാൻ സാധിച്ചാൽ ഈ ഉപാസനയുടെ ശക്തി കൊണ്ട്
നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങളിലെ വിവേകശക്തി, നിങ്ങളുടെ ശ്രദ്ധാശക്തി, നേരത്തെ ജപിച്ചുണ്ടാക്കിയിട്ടുണ്ടല്ലോ ശ്രദ്ധാശക്തി, ആ ശക്തി കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളെ അലട്ടുന്ന ചിന്തകളിൽ നിന്നും, അതായത് മനസ്സിൽ വരുന്ന ചിന്തയിലേക്ക് ഐഡൻറ്റിഫൈ ചെയ്യാതെ, താതാത്മ്യപ്പെടാതെ, നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങൾക്ക് വേറെ വല്ലതിലേക്കും അല്ലെങ്കിൽ നാമജപത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചുവിടാനുള്ള കഴിവുണ്ട്. അപ്പം നിങ്ങളിൽ ആത്മബലം കൂടും എന്നർത്ഥം. അകക്കണ്ണ് തുറക്കും, ആത്മബലം കൂടും. ആത്മബലം കൂടുന്തോറും ശ്രദ്ധ തിരിക്കാനുള്ളൊരു കഴിവ് ഉണ്ടാവും. എന്ന് മാത്രമല്ല, നാമത്തിൽ അങ്ങനെ മുഴുകിച്ചേരാനുള്ളൊരു ലയം അതും കിട്ടും. ജപിച്ച് മനസ്സങ്ങനെ നാമത്തിൽ ലയിച്ചു ചേരും. അപ്പോഴെന്തുണ്ടാവും? നിങ്ങളിൽ ആത്മസുഖം വർദ്ധിക്കും. ഏത് വർദ്ധിക്കും? നാമത്തിൽ അങ്ങനെ മുഴുകിയിരിക്കും, വേറെ ഒരു ചിന്തയില്ലാതിരിക്കുമ്പോൾ അതൊരു സുഖമായി, ഒരു ലയം. സുഖം എന്ന് പറഞ്ഞാൽ ലയല്ലേ? ആണോ? സുഖമായി ഉറങ്ങി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സുഖമായി ഞാൻ ഇന്നലെ അങ്ങോട്ട് ഉറങ്ങി എന്ന് പറഞ്ഞാൽ ഒരല്ലലും അലട്ടലൊന്നും ഇല്ലാതെ ആ ഉറക്കത്തിലേക്ക് അങ്ങോട്ട് ലയിച്ചു ചേർന്നു. ഇതുപോലെ നാമത്തിലേക്ക് അങ്ങോട്ട് ലയിച്ചു ചേരാൻ. നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ. നാരായണീയം അല്ലേ? എന്താ പറയേണ്ടത്? നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ. നിർമ്മല ബ്രഹ്മസിന്ധുവിൽ നിർലീനം, അങ്ങനെ ലയിച്ചു ചേരാൻ സാധിക്കുന്നൊരവസ്ഥ. ഈ ലയം കിട്ടുമ്പോൾ ആത്മസുഖവുമായി. അപ്പം അകക്കണ്ണ് തുറക്കും, ആത്മശക്തി ഉണ്ടാവും, ആത്മലയം, ആത്മസുഖം വർദ്ധിക്കും. അപ്പം മനസ്സിലാക്കിക്കൊള്ളണം, നമ്മളിൽ ഉപബോധ മനസ്സ് ഉണർന്നു. ഈ അവസ്ഥയുടെ പേരാണ് എന്ത്? ഉപബോധ മനസ്സ്. അപ്പം സമചിത്തത വരും. എന്താ സമചിത്തത? എന്ത് തന്നെ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന തോട്ട്സ് വന്നാലും നിങ്ങൾ അതിൽ നിന്നും അപ്പുറത്തേക്ക് നിങ്ങൾക്ക് കടക്കാനുള്ള ശക്തിയുണ്ട്, നിങ്ങളുടെ ശ്രദ്ധയുണ്ട്. ഈ ശ്രദ്ധയുടെ തീവ്രത കൂടും. ഇപ്പം നമ്മുടെ ശ്രദ്ധയുടെ അവസ്ഥ എന്താണ്? ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ വളരെ ദുർബലമാണ്. അതെന്താ ദുർബലം എന്ന് പറയാൻ കാരണം? മനസ്സിൽ എന്തെങ്കിലും ഒരു ചിന്ത, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ വല്ലതും പറഞ്ഞാൽ, വല്ല വിഷമവും വന്നാൽ, ആ വിഷമചിന്തയിലേക്ക്, നഷ്ടചിന്തയിലേക്ക്, അപമാന ചിന്തയിലേക്ക് ശ്രദ്ധ ഒറ്റപ്പെടുത്താമാണ്. ഒരു മാഗ്നറ്റ് പോലെ പിടിച്ചുകളെ. പിന്നെ ആ ഒരു ഡിസ്റ്റർബൻസിൽ നിന്ന്, ആ ഒരു ഇമോഷണൽ വീക്ക്നെസ്സിൽ നിന്ന്, അല്ലെങ്കിൽ ആ റിപ്പൾസീവായിട്ടുള്ള നമ്മുടെ തോട്ട് പ്രോസസ്സിൽ നിന്ന് പുറത്ത് കടക്കൽ ഒട്ടും സാധ്യമല്ല. അതാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ വയലൻ്റ് ആവുന്നത്, ചിലപ്പോൾ അപ്സെറ്റ് ആവുന്നത്, ദേഷ്യം വരുന്നത്. കാരണം നമുക്ക് ആ ഒരു നെഗറ്റീവ് ഇമോഷനിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം ആ തോട്ട്സിലേക്ക് മൈൻഡ് അങ്ങോട്ട് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു പോയി. മനസ്സിലായില്ല? ഇപ്പം നിങ്ങൾ ചെരുപ്പ് എവിടെ ഇട്ടു? അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ ചെരുപ്പ് കാണാനില്ല. അപ്പം അതുവരെ ഉണ്ടായ അമ്പലത്തിൽ പോയിട്ടുള്ള ശാന്തി, സമാധാനം ആ ചെരുപ്പ് കാണാതായതോടുകൂടി, നല്ലതാണെങ്കിൽ കീറിപ്പൊളിഞ്ഞ ചെരുപ്പായിരിക്കും ഒരു പക്ഷേ. അമ്പലത്തിലേക്ക് അങ്ങനെയും ചിലർക്കുണ്ട്, അമ്പലത്തിലേക്കായിട്ട് ചെരുപ്പുള്ളവരുണ്ട്. ഇവിടെ ഉണ്ടോ അറിയില്ല. അമ്പലത്തിലേക്കായിട്ട് ചിലർക്ക് ചെരുപ്പുണ്ട്. കാരണം തിരിച്ചു വരുമ്പോൾ അത് പോകുന്നുള്ളതുകൊണ്ട് പഴയൊരു ചെരുപ്പ്. ഈ ബാത്റൂമിലേക്ക് ഇടുന്ന ചെരുപ്പ് പോലെയാണ് ഒരു അമ്പലത്തിലേക്കുള്ള ചെരുപ്പ്. ഇപ്രകാരം അങ്ങനെയൊക്കെ പോകുന്നവരുണ്ട്. അത് പോയാൽ അപ്സെറ്റായി. ആകെ 100 രൂപയുടെ 50 രൂപയുടെ കാര്യം ഉണ്ടാവുള്ളൂ. എന്നാലും കൊണ്ടുപോയതിന് ഗുരുത്തണ്ടാവരുതെന്നും. ഈ അമ്പലത്തിലൊക്കെ പോയി കുറേ നേരം ശാന്തി സമാധാനം ഉണ്ടാക്കി ഒരു പ്രാഗിയും കുറ്റവും പറഞ്ഞും ഓരോ വേണ്ടാത്ത ചിന്തിച്ച് ഉള്ള സമാധാനം കൂടി നിങ്ങളുടെ ചെരുപ്പ് കാണാനില്ല. നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നിങ്ങൾ ആ ഭഗവാനെ തൊഴുത ഭക്തിയും നാമവും ഓർമ്മ വരുമോ? ആ ചെരുപ്പ് കൊണ്ടുപോയതിനെ ശപിച്ച് വീട്ടിൽ പോവും. സത്യം പറയും. എന്താ ഉണ്ടാവുക? ഉള്ളതേ പറയാവൂ.
നിങ്ങൾ ഈ തൊഴുതതിൻ്റെ ഭക്തി സമാധാനമൊക്കെ മനസ്സിൽ കിടക്കുവോ? ഏയ്, ആ കൊണ്ടുപോയതിന് ജന്മം ഗുരുത്തം കിട്ടരുത്, അവൻ്റെ കുടുംബത്തെ വരെ പ്രാകും ചിലർ. ഇല്ലേ? ശരിയല്ലേ ഇത്? അതാണ് മനസ്സിൻ്റെ സ്വഭാവം. മനസ്സ് ദുർബലതയിലേക്ക് പെട്ടെന്ന് പിടിച്ചു കളയും. എന്നാൽ നിരന്തരം ജപിച്ച് നമുക്കത് മനസ്സിലാവും. വിട്ടേക്കും, അതൊന്നും അയവിറക്കേണ്ട യാതൊരു കാര്യമില്ല. മനസ്സിൻ്റെ ശ്രദ്ധ മാറ്റി ഈ വേണ്ടാത്ത ചിന്തകളൊക്കെ വിടാൻ പറ്റുന്നത് കരുത്തല്ലേ അത്? ആണോ അല്ലയോ? അതാണ് ഉപബോധ മനസ്സിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഉപബോധ മനസ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സമബുദ്ധയ. എന്താണ് സമബുദ്ധി? സമബുദ്ധി പറഞ്ഞാൽ അർത്ഥം എന്താണ്? സമബുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സിനെ എപ്പോഴും ഒരു സാമ്യാവസ്ഥയിൽ കൊണ്ടു നടക്കാനുള്ളൊരു കൂടെ വന്നില്ല. അതായത് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല, വിഷമവും ഇല്ലാത്തൊരു സമയത്ത് മനസ്സെങ്ങനെയാണോ അതേ മനസ്സ് ഒരു വിഷമമുള്ളപ്പോഴും നിലനിർത്താനുള്ളൊരു കഴിവ്. നമ്മളിപ്പം കാറൊക്കെ ഓടിക്കുന്ന സമയത്ത് ഗ്ലാസ്സിൽ വെള്ളം വീണാൽ വൈപ്പർ വെച്ച് അതെങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും, ഇല്ലേ? ആ വെള്ളവും ഗ്ലാസും ഒരിക്കലും ചേർന്ന് നിൽക്കാൻ ഈ വൈപ്പർ സമ്മതിക്കില്ല. അങ്ങനെ നമുക്ക് വൈപ്പർ ഇതില്ലെങ്കിലോ മുന്നോട്ടോട്ട് കാണാനും കാണാൻ പറ്റില്ല. എന്നതുപോലെ ഈ മനസ്സിലൊരു വിഷമം വരുമ്പോൾ നിരന്തര ഉപാസനയുടെ ശക്തി കൊണ്ട്, നിങ്ങളിലെ ഉപബോധ മനസ്സിൻ്റെ ശക്തി കൊണ്ട് ആ ചിന്തകളെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു കഴിവല്ലേ ഇത്? അതൊരു എവല്യൂഷൻ അല്ലേ? ഒരു പരിണാമമല്ലേ? ആണോ? സ്വയം ചിന്തിക്കൂ നിങ്ങൾ. അതായത് ചിന്തയിൽ കുരുങ്ങി നിൽക്കുന്നവനും ചിന്തയെ മറികടന്നവനും രണ്ട് തട്ടിലല്ലേ നിൽക്കുന്നത്? ആണോ? ആരാ ലോവർ ലെവലിൽ നിൽക്കുന്നത്? ആ ചിന്തയിൽ കുരുങ്ങി നിൽക്കുന്നവൻ താഴെ തലത്തിലും, ചിന്തയെ മറികടക്കുന്നവൻ. അതുകൊണ്ടാണ് താഴെയുള്ള മനസ്സിനെ എപ്പോഴും പറയുന്ന പേര് ഉപബോധം എന്നാണ്. എന്താണ് ഉപബോധം? സബ് കോൺഷ്യസ് മൈൻഡ്സ്. അത് വളരെ ചേർന്ന് കിടക്കുകയാണ് നമ്മുടെ ബോധമനസ്സിനോട്. അതുകൊണ്ടാണ് ബോധമനസ്സ് പെട്ടെന്ന് അതിലേക്ക് കണക്റ്റ് ആവുന്നത്. എന്നാൽ മറ്റേത് കുറേയും കൂടിയും ആഴത്തിലുള്ളതാണ്. ഏത്? അവബോധ മനസ്സ്. അത് കിട്ടണമെങ്കിൽ നല്ലവണ്ണം ആഴത്തിലേക്ക് നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. ഡീപ്പായിട്ട് ഇറങ്ങിച്ചെല്ലണം എന്ന് പറഞ്ഞാൽ എന്താണ്? അത്രയും നാമജപത്തിൽ ഏകാഗ്രതയെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അവബോധ മനസ്സിനെ നമുക്ക് കൂടെ വന്നില്ലേ നിങ്ങൾ ഉണർത്തിയെടുക്കാൻ സാധിക്കുള്ളൂ. നിധികളെപ്പോഴും, വെൽത്ത് എപ്പോഴും ഭൂമിക്ക്, ഇപ്പം സ്വർണം എത്രയോ ഖനികളിൽ നിന്നാണ് എടുക്കുന്നത്. രത്നം ഖനികളിൽ നിന്നാണ്, വാരിക്കോരി എടുക്കുന്നതല്ല. ആണോ? അതുപോലെയാണ് അവബോധ മനസ്സിന് നമ്മൾ കുറച്ചുകൂടിയും ആഴമുണ്ട് എന്ന് വെച്ചാൽ കുറേയും കൂടിയും അതിന് നമ്മൾ പ്രയത്നിക്കേണ്ടതുണ്ട്. അത്ര എളുപ്പത്തിൽ അത് നേടിയെടുക്കാൻ സാധ്യമല്ല. അപ്പം നിരന്തര പ്രയത്നം കൊണ്ട് അവബോധ മനസ്സിനെ ഒരാൾക്ക് ഉണർത്തിയെടുക്കാൻ സാധിച്ചാൽ അതിൻ്റെ മറ്റൊരു പേരാണ് സമബുദ്ധി എന്ന് പറയുന്നത്. ഈ സമബുദ്ധി നേടിയെടുത്താൽ ഏത് കിട്ടി? ആ ശ്ലോകം ഒന്നുകൂടി വായിക്കൂ നിങ്ങൾ. സംനിയമ്മേന്ദ്രിയ ഗ്രാമം, സംനിയമ്മേന്ദ്രിയ ഗ്രാമം സർവത്ര സമബുദ്ധി എന്ന് വെച്ചാൽ അവബോധ മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തേ, അങ്ങനെയുള്ളവർക്ക് പ്രാപ്നുവന്തി മാമേവ, എന്നെ തന്നെ പ്രാപ്നുവന്തി. പ്രാപ്നുവന്തി പറഞ്ഞാൽ എന്താ അർത്ഥം? അതൊക്കെ അർത്ഥാവില്ലേ നിങ്ങൾക്ക്? പ്രാപ്നുവന്തി പ്രാപിക്കാൻ പറ്റും. മാം, എന്നെ തന്നെ അവർ പ്രാപിക്കും. ഈ പ്രാപിക്കുന്നതിൻ്റെ പേരാണ് പൂർണ്ണബോധം. അവബോധത്തിലേക്ക് എത്തിയ ഒരാൾക്ക് ആരിലേക്ക് എത്താം? അത് തന്നെയാണ് ഈശ്വര സാക്ഷാത്കാരം. ഭാരതീയ ഋഷിവര്യന്മാർ ഈശ്വര ദർശനം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, അമ്പലത്തിൽ പോയൊരു വിഗ്രഹത്തെ കാണുന്നതല്ല. ഈശ്വര ദർശനം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ആത്മദർശനം, ഈശ്വര ദർശനം എന്നാണ്. എന്താണ് ഈശ്വര ദർശനം?
ആത്മദർശനം ഈശ്വര ദർശനമാണ്. അതാണ് ചിന്മുദ്രയേന്തി അയ്യപ്പൻ പഠിപ്പിക്കുന്നത്. ഈശ്വരനെ ദർശിക്കേണ്ടത് എവിടെയാണ്? തത്വമസി തും തത് അസി തും, നിന്നിൽ ആ ഈശ്വരീയത ദർശിക്കണം. അപ്പം തന്നിൽ തന്നെയാണ് ഈശ്വരനെ നമ്മൾ ദർശിക്കേണ്ടത്. അപ്പം അതിന് നമുക്കിപ്പോൾ ഇതൊക്കെ ദർശിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളിപ്പോൾ ഇങ്ങനെ അമ്പലത്തിൽ പോയി കറങ്ങണമെന്നല്ലാതെ എന്ത് ദർശനം? അപ്പം അതിന് ദർശിക്കണമെങ്കിൽ എന്ത് വേണം? നാം അറിയണം, നാം ഇപ്പോൾ ബോധമനസ്സ്, അവബോധ മനസ്സ്, അബോധ മനസ്സിലൊക്കെയാണ് നിൽക്കുന്നത്. ഏതിലേക്ക് ഉയരണം? ഏതിലേക്ക് ഉയരണം? ഉപബോധ മനസ്സിലേക്ക് ഉയരണം. സാന്ദ്രാനന്ദാവബോധം. ഉപബോധ മനസ്സിലേക്കല്ല, അവബോധ മനസ്സിലേക്ക് ഉയരണം. അവബോധ മനസ്സിലേക്ക് ഉയർന്നാലേ ഏതിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ? ഈശ്വരനെ. അപ്പം ഉള്ളിലാണ് ഈശ്വരനെ നമ്മൾ ദർശിക്കേണ്ടത്. ക്ലിയറാണോ? നിൽക്കട്ടെ. ഏതായാലും ഞാനിതൊക്കെ പറയാൻ കാരണം സുനീതിയുടെ ജീവിതത്തിൽ ഈ വ്യക്തതകളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാജാവ് തന്നെ അവഗണിച്ചു എന്നതുകൊണ്ട് മെൻ്റലി ഒട്ടും അപ്സെറ്റായില്ല. ആര്? അപ്പം ആത്മീയത ഉണ്ടെങ്കിൽ ഒരു മെൻ്റൽ അപ്സെറ്റ് ആവാതെ ജീവിച്ചുകൂടെ? പറയൂ. ആത്മീയത എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിൽ തൊഴുതു പോകുന്നതല്ല. അങ്ങനെ ആക്കി നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് പോലും നമ്മളിലെ അവബോധത്തെ ഉയർത്താനുള്ള ഒരു കേന്ദ്രമാണ്, അനുകൂലമായ ഒരു പോസിറ്റീവായിട്ടുള്ള കേന്ദ്രമാണ്. ഏത്? ക്ഷേത്രം. ക്ഷേത്രം ഒരു അവബോധമുണർത്തുന്ന പരിശീലന കേന്ദ്രമാണ്. ക്ഷേത്രം എന്താണ്? നമ്മളിലെ അവബോധത്തെ ഉണർത്തുന്ന ഒരു പരിശീലനം ചെയ്യാനുള്ളൊരു, അങ്ങനെ ഹിന്ദുക്കൾ എടുത്തിരുന്നെങ്കിലല്ലോ നമ്മളിലെ ആ ഒരു അവബോധം അഥവാ സമചിത്തതയൊക്കെ ഉണരുമായിരുന്നു. അങ്ങനെ സമചിത്തത ഉണരുന്നവരെ മെൻ്റലി തകർക്കാൻ, തളർത്താൻ മറ്റുള്ളവർക്ക് സാധ്യമല്ല. എന്തുകൊണ്ടാണ് സാധ്യമല്ലാത്തത്? നിങ്ങൾക്കതിൻ്റെ സയൻസ് മനസ്സിലാവണം. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഞാൻ പറയുന്നത് റിപ്പീറ്റ് ചെയ്യും. എന്തുകൊണ്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല? എന്തായിരിക്കും കാരണം? അതിൻ്റെ സയൻസ് നിങ്ങൾക്ക് മനസ്സിലാവണം. അല്ല ഞാൻ പറയുന്നത് റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. എങ്ങനെയായിരിക്കും അവർക്കത് സാധിക്കുന്നത്? എങ്ങനെയാണ് അവർ ആ ഡിസ്റ്റർബൻസിനെ മറികടക്കുന്നത്? നിങ്ങൾക്കത് പിടികിട്ടുന്നില്ല എപ്പോഴും. അതായത് ജപിച്ച് 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 ശ്രദ്ധയുടെ ശക്തി കൂടും. ഏതിൻ്റെ ശക്തി? ജപിച്ച് 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 ഏത് ശക്തി കൂടും? ശ്രദ്ധയുടെ ശക്തി കൂടും. ശ്രദ്ധയുടെ ശക്തി കൂടുമ്പോൾ ശ്രദ്ധ ഏതിലേക്ക് തിരിക്കണം എന്ന ആ ബോധം, അതാണ് അവബോധം. ശ്രദ്ധ ഏതിലേക്ക് തിരിക്കണം എന്നൊരു ബോധം അവർക്കുണരും. അപ്പം ശ്രദ്ധയും ബോധവും അവരിൽ വളരെ കൂടുതലായിരിക്കും. അപ്പം അതുകൊണ്ട് അവരെ അലട്ടുന്ന പ്രശ്നത്തിലേക്ക് ഈ ശ്രദ്ധ ഒരിക്കലും പോവില്ല. ശ്രദ്ധ പോവാൻ എന്താ കാരണം? ശ്രദ്ധിക്കുക. ശ്രദ്ധ പോവാൻ എന്താ കാരണം? തന്നെ അലട്ടുന്ന പ്രശ്നത്തിലേക്ക് ശ്രദ്ധ പോവാനുള്ള കാരണം ആ ശ്രദ്ധയെ അതിലേക്ക് പോകുന്നതിൽ നിന്ന് പിടിച്ചു നിർത്താനുള്ളൊരു, അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനുള്ളൊരു, ഉറക്കെ പറയൂ, കഴിവില്ല, ശക്തിയില്ല. അപ്പം അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു നാമജപത്തിലൂടെ ശ്രദ്ധയെ കരുത്തുള്ളതാക്കാൻ അവർക്ക്. അപ്പം വെറുതെ അമ്പലത്തിൽ പോയിട്ട് എന്തിനാ കാര്യം? അപ്പം അമ്പലത്തിൽ പോയിട്ട് എന്താ ചെയ്യേണ്ടത്? ജപിച്ച് 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 ശ്രദ്ധയുടെ ശക്തി കൂട്ടണം. അപ്പം നമുക്ക് ശ്രദ്ധയുടെ ശക്തി കൂടുന്തോറും ഏതിലേക്ക് ശ്രദ്ധ തിരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ കുട്ടികളെയും കൊണ്ട് കടയിൽ പോകും. അപ്പം അമ്മ വീട്ടിൽ കുട്ടിയെ ഒറ്റയ്ക്ക് ഇരുത്തണ്ട വിചാരിച്ചിട്ട് കുട്ടിയും കൊണ്ടുപോയി. അമ്മ വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും കടയിൽ പോയിട്ടുണ്ടാവുക, സാധനങ്ങൾ മേടിക്കാൻ. ഇപ്പം ടൗണിലാണ് പോയതെങ്കിൽ ഈ കുട്ടിക്ക് വീട്ടിലെ വല്ല കാര്യത്തിലായിരിക്കുമോ ശ്രദ്ധ? അതിലായിരിക്കുമോ ശ്രദ്ധ? ഇല്ല. അവൻ വല്ല കളിപ്പാട്ടങ്ങളോ അവൻ ചോക്ക് അങ്ങനെയുള്ള മധുര സാധനങ്ങളോ ഐസ്ക്രീമൊക്കെ കണ്ടാൽ അവൻ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുമോ? പറയൂ.
അപ്പോൾ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് പോകുമ്പോൾ വാങ്ങിക്കാം, തിരിച്ചു പോകുമ്പോൾ മേടിക്കാം, ഇപ്പം നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാം, അത് മേടിക്കണ്ടേ, ഈ കുട്ടിയുടെ ശ്രദ്ധ അവൻ ഏതിലാണോ കുരുങ്ങിക്കിടക്കുന്നത് അതിൽ നിന്നും പറഞ്ഞ് 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 മാറ്റും. ക്ഷമയുള്ള അമ്മയാണെങ്കിൽ, അതല്ല അങ്ങനെയല്ല ഒരു ഭദ്രകാളിയുടെയൊക്കെ കുടുംബത്തിൽപ്പെട്ടതാണെങ്കിൽ ആണ്ടാണ് കൊടുക്കും. അത് തന്നെ തീർന്നു വരി, മിണ്ടി പോകരുതെന്ന്, ഇല്ലേ? ഇനി മേല നിന്നെ ഈ വഴിക്ക് ഞാൻ കൊണ്ടുവരില്ല അതൊക്കെ പറഞ്ഞാൽ അതിന് ചീത്ത വിളിച്ച് അതിന് അച്ചടക്കം ഉണ്ടാക്കും. ഞാൻ അവിടെ ചില അമ്മമാർ പറഞ്ഞ് കുട്ടിയെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് മയക്കിയെടുത്ത് അതിനെ പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ ശ്രദ്ധ ചോക്ലേറ്റ് മാത്രം ഓർമ്മ ഉണ്ടാവില്ല, ബാക്കി അതിനിങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് നിൻ്റെ ടോയ് എവിടെ പോയി, അത് കേടുവന്നല്ലോ, നമുക്ക് പുതിയതൊന്ന് വാങ്ങിച്ചാൽ എന്താ, അപ്പോൾ അവന് ചോക്ലേറ്റ് വിട്ടുപോകും. അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിലേക്കൊക്കെ അവൻ്റെ ശ്രദ്ധ മാറ്റി വെച്ച് ഇല്ലേ? ചില സമയത്തുണ്ടല്ലോ ചില കുട്ടികളെ ശ്രദ്ധ മാറ്റൽ അത്ര എളുപ്പമല്ല. ചില കൊച്ചു കുട്ടികളെയൊക്കെ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് അവരെ അമ്മ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് പിടിച്ച് നിർത്തണമെങ്കിലൊരു പാട്. പിന്നെ നിങ്ങൾ കിലുകിലും ചെലുതിലും ബിലുവിലും ഒക്കെ കാണിച്ച് ഇല്ലേ? ഇപ്പം പിന്നെ അത്ര പ്രശ്നമില്ല, കാര്യം ഇതങ്ങോട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ട് ഇരുന്നോളൂ. ഇപ്പം എല്ലാം സൗകര്യം. ഇപ്പം തന്നെ കുട്ടികൾ ചോറ് കൊടുക്കുന്നതൊക്കെ എങ്ങനെയാണ്? കൊച്ചു കുട്ടികൾക്ക് അമ്മമാർ ഇതങ്ങോട്ട് വെച്ച് കൊടുക്കും, അങ്ങനെ വെച്ച് വായിലേക്ക് അങ്ങോട്ട് കുത്തി, അല്ലേ? അങ്ങനെയൊക്കെയല്ലേ ഇപ്പോഴത്തെ രീതികൾ. അപ്പോൾ ഈ ശ്രദ്ധയുടെ ശക്തി കൂട്ടാനാണ് നമ്മൾ ക്ഷേത്രത്തിലൊക്കെ ഉറക്കെ പറയൂ പോകുന്നത്. ഈ ബോധത്തിൽ നിങ്ങൾ അമ്പലത്തിൽ പോകും, മനസ്സിലായില്ലേ? അപ്പം അതിന് അത്രയും ജപം വേണം, എന്നാലേ മനസ്സിൻ്റെ ശ്രദ്ധ ഏതിലേക്ക് വരുള്ളൂ? നാമത്തിലേക്കൊക്കെ. നാമത്തിലേക്ക് വരുംതോറും മനോബലം വളരെ കൂടി വരും. അങ്ങനെയുള്ളവർക്ക് ഏത് അസ്വസ്ഥ ചിന്തയിലും മനസ്സങ്ങോട്ട് പെട്ടെന്ന് ശ്രദ്ധ അതിലേക്ക് വഴുതി വീണ് പോവില്ല. അവർക്ക് ആ ശ്രദ്ധയെ അതിൽ നിന്നും മാറ്റിയെടുക്കാൻ സാധിക്കും. ഇത് സാധിച്ചു ആർക്ക്? സുനീതിക്ക്. അതുകൊണ്ട് സുനീതിക്ക് ഭർത്താവ് തന്നെ നോക്കിയില്ല എന്നുള്ളതിലൊന്നും യാതൊരു പരാതിയും പരിഭവമൊന്നും ഉണ്ടായില്ല, മനസ്സിലായില്ലേ? അത്ര ഒരു പോസിറ്റീവ് മൈൻഡിൽ ജീവിച്ച ആളായിരുന്നു സുനീതി. സുനീതി കൊട്ടാരത്തു നിന്ന് പുറത്ത് താമസം തുടങ്ങി. കാരണം രാജാവിന് തന്നോട് ഇഷ്ടമല്ലെങ്കിൽ ഇനിയിപ്പോൾ അവിടെ തൂങ്ങി നിൽക്കേണ്ട യാതൊരു കാര്യമില്ല. പുറത്ത് തനിക്ക് കുറച്ചുകൂടി സൗകര്യമായിട്ട് തൻ്റെ സാധനങ്ങളൊക്കെ ചെയ്യാനും പറ്റുന്നുണ്ട്. അങ്ങനെ കാലം മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് എന്തുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസം ധ്രുവൻ, സുനീതിയുടെ പുത്രൻ, കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അച്ഛൻ്റെ മടിയിൽ ഉത്തമനിരിക്കുന്ന. അപ്പോൾ കുട്ടിക്കും ഒരു മോഹം, എനിക്കും അച്ഛൻ്റെ മടിയിലിരിക്കണം. അച്ഛൻ്റെ മടിയിലേക്ക് ഇരിക്കാൻ വേണ്ടി കുട്ടി ഓടി വന്ന് ആ മടിയിൽ കയറാൻ ശ്രമിക്കുമ്പോഴാണ് സുരുചി അവിടെ എത്തിച്ചേരുന്നു, ഓടി വരുന്നു, ആ കുട്ടിയെ മടിയിൽ നിന്ന് അങ്ങോട്ട് വലിച്ച് താഴേക്ക് എറിയുന്നു. അവിടെ ഇരിക്കാൻ നിനക്കൊരു അർഹതയില്ല, യോഗ്യതയുമില്ല, അതെൻ്റെ മകന് അർഹതപ്പെട്ട സ്ഥലം. അത് അച്ഛൻ്റെ മടിയല്ല ഉദ്ദേശിച്ചത്, അച്ഛനിരിക്കുന്ന ആ സിംഹാസനം നിനക്ക് പറഞ്ഞതല്ല, അത് എൻ്റെ പുത്രനുള്ളതാണ്. നീ എവിടുന്നാ വന്നത്? നീ ഏതോ അന്യ സ്ത്രീയുടെ കുട്ടി, നീ എന്തിന് കയറി വന്നു ഇവിടെ? ആരോട് ചോദിച്ചിട്ട് വന്നു? സ്വന്തം അച്ഛൻ സ്വന്തം കൊട്ടാരത്തിൽ ആ കുട്ടിക്ക് യാതൊരു വിലയും ഇല്ലാതെ കുട്ടി ആ അന്യനെ പോലെയാണ് കാണുന്നത് കുട്ടിയെ. എന്നിട്ട് പറഞ്ഞു, നിനക്കവിടെ ഇരിക്കണമെന്ന് വല്ല മോഹമുണ്ടെങ്കിൽ പോയി മരിച്ച് എൻ്റെ ഗർഭത്തിൽ എൻ്റെ കുട്ടിയായി വന്നാൽ നിനക്കവിടെ ഇരിക്കാൻ സാധിക്കും, അല്ലാത്തടത്തോളം കാലം ഇവിടെ നിന്ന് ആട്ടിക്കളഞ്ഞു. കുട്ടി ആകെ ഞെട്ടിത്തരിച്ച്, എന്താ ഈ കേൾക്കുന്നത്? സ്വന്തം അച്ഛൻ അന്യനായി, സ്വന്തം കൊട്ടാരം, ഇതൊന്നും ഞങ്ങൾക്ക് യാതൊരു, ഇന്നലെ കളിച്ച് വളർന്ന വീട് ഇന്ന് അന്യമായതുപോലെ. ഇന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചില വീടുകളിലൊക്കെ, ഇല്ലേ? അച്ഛനൊക്കെ മരിച്ചു, അമ്മ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ചില അമ്മമാരെയൊക്കെ മക്കൾ ഇതുപോലെ ആട്ടി പറഞ്ഞയക്കുന്നില്ലേ? ഇല്ലേ? അതൊന്നുമില്ല. പത്രത്തിലൊക്കെ ഇടയ്ക്ക് വായിക്കാറില്ലേ? ഇല്ലേ? മക്കളെയൊക്കെ ചില സമയത്ത് ഈവൻ അച്ഛനെ ആട്ടി പറഞ്ഞയക്കുന്ന കാലമുണ്ട്. ചില വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നും. തല്ലുന്നതൊക്കെ ഉള്ള വീഡിയോസൊക്കെ കാണാറില്ലേ ചില സമയത്ത്, ക്രൂരമായിട്ടുള്ളത്, ഇല്ലേ? ഈ തരത്തിലൊക്കെ ഉള്ള
പ്രവൃത്തികളൊക്കെ നോക്കൂ, ഇന്നും നടക്കുന്നതൊക്കെ അന്ന് സുരുചി ആരോട് കാണിച്ചു? ധ്രുവനോട് കാണിച്ചു. ധ്രുവൻ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി എന്തെങ്കിലും ഒരു മറുപടി പറയുമോന്ന്. ആ മനുഷ്യനാണെങ്കിൽ നല്ല അച്ചടക്കമുള്ളൊരു മനുഷ്യനായിരുന്നു. എന്താ അച്ചടക്കം? നിങ്ങൾ വിചാരിക്കണം മിണ്ടാതിരിക്കലാണ് അച്ചടക്കം. എന്താ അച്ചടക്കം എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ക്ലാസ്സിൽ ഇങ്ങനെ ടീച്ചർ ഈ കുറുമ്പ് കാണിച്ച കുട്ടിയോട് പറഞ്ഞു, എടാ അച്ചടക്കം വേണം ക്ലാസ്സിൽ എന്ന്. അച്ചടക്കം എന്നൊക്കെ പറഞ്ഞാൽ നിനക്ക് അറിയൂന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു അറിയാമെന്ന്. എന്താന്ന് ചോദിച്ചു? അമ്മ അച്ഛനെ അടക്കുന്നതാണ് അത്രേ അച്ചടക്കുന്നത്. അതായത് അവൻ്റെ വീട്ടിൽ അച്ചടക്കം കാണുന്നത് അവൻ അങ്ങനെയാണ്. അമ്മ എന്തെങ്കിലും നിങ്ങളൊന്നും മിണ്ടായിരിക്കോ, കഴിഞ്ഞു അടക്കായി അവിടെ. ഈ രീതിയിൽ അമ്മ ബഹളം വെച്ചാൽ അച്ഛൻ നാക്കടക്കും. അവൻ അന്ന് മനസ്സിലാക്കി ഇതാണ് അച്ചടക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ ധ്രുവൻ്റെ അച്ഛൻ അല്ലെങ്കിൽ ഉത്ഥാനപാദൻ ഒരക്ഷരം അതിന് മറുപടി പറ. കൊച്ചു കുട്ടിയോടാണ് ഈ കാണിക്കുന്നത്. തെറ്റാണ് സുരുചിനെ ഒന്നും പറഞ്ഞില്ല. കുട്ടിക്ക് മനസ്സിലായി ഈ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് യാതൊരു കാര്യമില്ല, നിലയും വിലയില്ലാത്തൊരു മനുഷ്യൻ. ആ അച്ഛനോട് എന്ത് ബഹുമാനം. അവൻ അവിടെ നിന്ന് ഓടുകയാണ് നേരെ അമ്മയുടെ അടുത്തേക്ക്. അമ്മയുടെ അടുത്തെത്തി. അങ്ങോട്ട് കുട്ടികൾക്ക് പിന്നെ അമ്മയെ കണ്ടാൽ പിന്നെ നിയന്ത്രണം വിട്ടുമല്ലോ. പൊട്ടി അങ്ങോട്ട് കരയണോ അവൻ അമ്മയെ കെട്ടിപ്പിടിച്ച്. അപ്പോഴേക്കും അമ്മ മൂർധാവിലൊക്കെ ഇങ്ങനെ തലോടി എന്താണെന്നൊക്കെ ചോദിച്ചു. അമ്മ വിചാരിച്ചു കുട്ടികളുടെ വികൃതിയും കുറുമ്പൊക്കെ ആയിട്ട് അടിപിടി ബഹളം. പിന്നെയാണ് തോഴി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് കുട്ടികൾ തമ്മിലുള്ള അടിപിടിയല്ല, സുരുചിയുടെ വളരെ നിന്ദ്യമായ ആ കുട്ടിയോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെയാണ് പറഞ്ഞത്. ഇത് കേട്ടപ്പം സുനീതിക്ക് ഒരു നിമിഷം ഒരു വിഷമം വന്നു. കാരണം എന്നോടുള്ള വിഷമത്തിന് ഈ കുട്ടിയെ ഒരിക്കലും വേദനിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങളാണ് സുനീതിയുടെ സ്ഥാനത്തെങ്കിൽ എന്താ ചെയ്യുക? ഒന്നും ചെയ്യില്ല. സുനീതിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നു എങ്കിൽ എന്താ ചെയ്യുക? ചൂലെടുത്തിട്ട് പോവോ? എന്നാ പിന്നെ ആ ഒരുമ്പട്ടവളോട് രണ്ട് വാക്ക് പറഞ്ഞിട്ടൊരു കാര്യം ഇല്ലേ? അങ്ങനെ തോന്നില്ലേ? ആരാ അവളെ എൻ്റെ കുട്ടിയെ ചീത്ത പറയാൻ? അവൾക്കെന്താ അധികം ചോദിക്കൂല്ലയോ? ദേഷ്യം വരുമോ ഇല്ലയോ? ചിലവരാണെങ്കിൽ ചിലപ്പോൾ ഒഴിഞ്ഞിടും, എൻ്റെ ഭഗവതി കൊടുക്കണേ അവൾക്ക് എന്ന്. ഇല്ലേ? അങ്ങനെയൊക്കെയുള്ളവരും ഇല്ല. ഈ മാരണമന്ത്രങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവരില്ലേ? ഉണ്ടോ ഇല്ലയോ? അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈ തരത്തിലൊക്കെ ഉള്ളവരാണ് പൊതുവെ. എന്നാൽ സുനീതിയിൽ നമ്മൾ കാണുന്നത് നേരെ വിപരീത മനസ്സാണ്. ആ കുട്ടിയുടെ മൂർധാവിൽ കൈവച്ചിട്ട് പറഞ്ഞു, എന്തൊരു വാക്കുകളാണ് നോക്കൂ. ഇത് ചതുർത്ഥ സ്കന്ധത്തിൽ 8-ാം അധ്യായത്തിൽ 19-ാം ശ്ലോകം ഭാഗവതം. കുട്ടിയോട് പറയണ ആദിഷ്ഠതത്താത വിമത്സരത്വം. ഉത്തിഷ്ഠ. കുട്ടി, നീ ഇങ്ങനെ കരയാതെ വിഷമിക്കാതെ നീ ഒന്ന് ഉഷാറാവൂ. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന എന്താ അറിയോ? ആരൊക്കെ നമ്മളെ തളർത്തിയാലും ഈശ്വരൻ നമ്മളെ ഒരിക്കലും കൈവിടില്ല. ആര് തളർത്തിയാലും ആര് കൂടെയുണ്ട്? അമ്മയെ കണ്ടിട്ടില്ലേ നീ? അമ്മ തളരാറുണ്ടോ? ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടാവും, ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം നമ്മുടെ ജോലി തളരുകയല്ല, നമ്മളെ പിടിച്ചു നിർത്തുന്ന ഭഗവാനെ നമ്മളും പിടിക്കണം. അപ്പോഴേ നമ്മളെ ഉയർത്താൻ ഭഗവാന് പറ്റുള്ളൂ. അപ്പോൾ ആര് തളർത്തിയാലും കൈവിടാത്തൊരു ഭഗവാൻ കൂടെയുണ്ട്. ആ ഭഗവാൻ വിചാരിച്ചാൽ എത്ര ഉന്നതിയിലേക്ക് എത്തിക്കാനും ഭഗവാന് സാധിക്കും. അതുകൊണ്ട് തളർന്ന് കരയല്ല വേണ്ടത്. നമ്മൾ ഭഗവാനെ മുറുകെ പിടിച്ച് ഉന്നതിയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. നമ്മളെ എന്ത് ചെയ്യണം? ഉയർത്തിയെടുക്കണം. ഈ 2 വാക്കുകളുണ്ടല്ലോ കുട്ടിയുടെ ഉള്ളിൽ അങ്ങോട്ട് തട്ടി. ഏതൊക്കെ? ആര് കൈവിട്ടാലും ആര് കൈവിടില്ല. അതെങ്ങനെ മനസ്സിലാക്കണം? അതിന് നമ്മളെ പിടിക്കണം. ആരെ പിടിക്കണം? ഭഗവാനെ പിടിക്കണം. ഭഗവാനെ പിടിച്ചിട്ടുണ്ടോ ഭഗവാൻ ആ വ്യക്തിയെ ഉന്നതനാക്കിയിട്ടുണ്ടാവും, ഉയർത്തിയിട്ടുണ്ടാവും. അപ്പം ഭഗവാനെ പിടിക്കണം.
കൈവിടാത്ത ഭഗവാനെ പിടിക്കുകയും വേണം. ആ ഭഗവാനെ പിടിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഉയർത്തുകയും ചെയ്യും. ഇത് കുട്ടിയുടെ ഉള്ളിൽ അങ്ങോട്ട് തട്ടി. ഭഗവാൻ നമ്മളെ കൈവിടില്ല. ഭഗവാനെ പിടിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ ഉയർത്തും. എങ്കിൽ ഇവരുടെ മുന്നിൽ തെളിയിച്ചു കൊടുക്കണം, ഇവരെക്കാളൊക്കെ ഞാൻ ഉയർന്ന് ഉന്നതനാകുമെന്ന്. ആ ഒരു വാശി കുട്ടിയുടെ ഉള്ളിൽ കയറി. എന്നെ നിങ്ങൾക്കങ്ങനെ തളർത്താൻ സാധ്യമല്ല. എൻ്റെ അമ്മ തളർന്നിട്ടില്ലെങ്കിൽ, അതാണ് അമ്മയുടെ പ്രചോദനം എന്ന് പറയുന്നത്. ഒരു തളരാത്തൊരമ്മയ്ക്ക് തളരാത്തൊരു മകനെ വാർത്തെടുക്കാൻ പറയൂ. ഇന്ന് നിങ്ങളൊക്കെ മക്കളൊക്കെ എന്താണ് അസ്വസ്ഥരും തൂങ്ങി മരിക്കുന്നവരും ഒക്കെ ആയി മാറിയത്? നിങ്ങളെ വപ്പടാണ്. ഇപ്പം നമ്മൾ തന്നെ ദുർബലരാണെങ്കിൽ മക്കളും ദുർബലരായിത്തീരും. അപ്പം നമ്മൾ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തണമെങ്കിൽ നാമജപത്തിലൂടെ ശ്രദ്ധ കരുത്തുള്ളതാക്കിയാൽ മറ്റൊരാളുടെ ശ്രദ്ധ നമുക്ക് അവരെ അലട്ടുന്ന പ്രശ്നത്തിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റും. നോക്കൂ, നിങ്ങൾ ആ ധ്രുവൻ്റെ ജീവിതത്തിൽ സുരുചി പറഞ്ഞ വാക്കുകളിങ്ങനെ വീണ്ടും വീണ്ടും മനസ്സിൽ വരികയാണ്. കുട്ടിക്ക് ആർക്കായാലും വരും. കാരണം പോയി ചത്തടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ വിഷമം വരാത്തത്? മനസ്സിലായില്ലേ? അത്രയും ക്രൂരമായ നിന്ദ്യമായ വാക്കുകളാണ് ആരുപയോഗിച്ചത്? സുരുചി ഉപയോഗിച്ചത്. ഇത് മനസ്സിൽ ഇങ്ങനെ തികട്ടി വരുന്നു. അപ്പം അതിൽ നിന്ന് ആ ശ്രദ്ധയെ അങ്ങോട്ട് മാറ്റി നീ ഭഗവാനെയും മുറുകെ പിടിക്കൂ, ഭഗവാൻ നിന്നെ ഉന്നതിയിലെത്തിക്കുമെന്നൊക്കെ പറയുമ്പോൾ അപ്പം ആ കുട്ടിയുടെ ശ്രദ്ധ എന്തായി? ഭഗവാനെയും മുറുകെ പിടിക്കണം, എങ്കിൽ എനിക്ക് ഉന്നതിയിലെത്താം. ഭഗവാനെയും മുറുകെ പിടിക്കണം, എനിക്ക് ഉന്നതിയിലെത്താം. നേരത്തെ സുരുചി പറഞ്ഞ വാക്കുകളുടെയൊക്കെ ആ സ്വാധീനത്തിൽ നിന്നും ശ്രദ്ധയെ മാറ്റിയെടുക്കാൻ സുനീതിക്ക് സാധിച്ചു. മനസ്സിലാവേണ്ട നിങ്ങൾക്ക്? ഇതാണ് ആ സുനീതി ചെയ്ത ഏറ്റവും വലിയൊരു സർവശ്രേഷ്ഠമായ കാര്യം. വാസ്തവത്തിൽ ഇന്ന് പ്രസവിക്കാനേ നമുക്കറിയുന്നുള്ളൂ, കുട്ടികളെ വളർത്താൻ നമുക്ക് അറിയുന്നില്ല. കാരണം നമുക്കതിൻ്റെ ഒരു സൈക്കോളജി നമ്മൾ പഠിച്ചിട്ടില്ല, കുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന്. ഇന്ന് അതുകൊണ്ടാണ് ഒരുപാട് സംഘർഷങ്ങൾ കുട്ടികൾ അനുഭവിക്കുന്നത്. എന്ത് ഡിഗ്രി പഠിക്കണം എന്ന് ഇപ്പം തന്നെ നോക്കൂ നിങ്ങൾ. നീറ്റ് എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്നു, കുറേ എണ്ണത്തിന് അഡ്മിഷൻ കിട്ടില്ല, കുറേ എണ്ണത്തിന് അഡ്മിഷൻ കിട്ടി ഇല്ലേ. കുറേ പേർക്കാണ് പേയ്മെൻറ്റ് സീറ്റാണ്, അപ്പം അതിനൊരുപാട് കാശ് കൊടുക്കണം. അത് തന്നെ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ കിട്ടാൻ പാടാണ് ഇല്ലേ. അങ്ങനെ ഒരുപാട് സംഘർഷങ്ങൾ. ഇനി അത് കഴിഞ്ഞ് MDക്ക് ചേരാമെന്ന് വിചാരിച്ചാൽ വിചാരിച്ച കോഴ്സൊന്നും കിട്ടണമെന്നില്ല, ആഗ്രഹിക്കുന്നതൊന്നും കിട്ടുന്നത് വേറൊന്നും ആയിരിക്കാം. മനസ്സിലായില്ലേ? അപ്പം അതിലും സംഘർഷങ്ങൾ. ഇങ്ങനെ മനുഷ്യജീവിതം ഒരു സംഘർഷമായി മാറുകയാണ്. കേരളത്തിലാണെങ്കിൽ നിങ്ങൾ നോക്കൂ, പഠിച്ചവർക്കൊന്നും ജോലിയില്ല, എല്ലാം അന്യ രാജ്യങ്ങളിലേക്കൊക്കെ പോകണം. അതും ഇപ്പോഴാണെങ്കിൽ കാനഡയിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഒന്നാമത് വെതർ നമുക്ക് പറ്റില്ല, അവിടുത്തെ ആളുകൾക്ക് കണ്ടമാനം ആളുകൾ ഇവിടുന്ന് പോകുമ്പോൾ അവരുടെ ജോലി സാധ്യതകൾ കുറയുന്നതുകൊണ്ട് ഇന്ത്യക്കാരെ ഉപദ്രവിക്കുന്നു അവർ. ഇടക്കാലത്ത് കണ്ടില്ലേ നിങ്ങൾ, അമേരിക്കയിൽ നിന്ന് ചങ്ങലൊക്കെ കേട്ട് ഇങ്ങോട്ട് അയക്കുന്നതൊക്കെ കണ്ടില്ലേ? പറയൂ. ഈ തരത്തിലൊക്കെ ഉള്ളൊരു മാനസിക പ്രശ്നങ്ങൾ എല്ലാവരും അനുഭവിക്കുകയാണ്. ഇപ്പം പഴയ കാലത്തൊക്കെ ദുബായിൽ ഗൾഫിൽ പോകുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഭവമായിരുന്നു. അപ്പം അവിടെയും ചിലവുകളൊക്കെ കൂടിക്കൂടി വരുന്നുണ്ട്. കിട്ടുന്നതിൻ്റെ 3/4 ഭാഗവും അവിടെ ചെലവഴിക്കാൻ ബാധ്യസ്ഥരാണ്. ഇങ്ങനെ പഴയ ഒരു കാലത്തിൽ നിന്നും ഇന്ന് നമ്മളേറെ മാറി പോവുകയാണ് അല്ലേ. പഴയ ബന്ധങ്ങളൊക്കെ ഇന്ന് അതുപോലെ കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ടോ മനുഷ്യർക്ക്? നിങ്ങൾ നോക്കൂ, പഴയ കൂട്ടുകുടുംബ ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ ഇല്ലേ, അതൊക്കെ കുറഞ്ഞ് ഭാര്യയും ഭർത്താവും മക്കളും മാത്രമായ ഒരു കുടുംബജീവിതത്തിലേക്ക് പഴയ ബന്ധുക്കളുടെ ബന്ധങ്ങളൊക്കെ ഒന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നോട് പറയണേ, കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു വലിയ പെൺകുട്ടിയാണ് പറയണത്. എന്നോട് പറഞ്ഞു, സ്വാമിജി ഞാനിവിടെയല്ല, എനിക്ക് അവിടുത്തെ സപ്താഹത്തിന് വരണമെന്നുണ്ട്, പക്ഷേ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് ഹോസ്പിറ്റലിലാണെന്ന്. എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ്, നമ്മളെന്താ വിളിക്കുക? ആലോചിച്ചു നോക്കുക, ആ ബന്ധങ്ങളൊക്കെ പോയി അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവായി മാറി.
ഞാൻ ചോദിച്ചു, എന്താ പറഞ്ഞത്, ഒന്നുകൂടി പറ. അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവേ, ഇപ്പം കാലം കൊണ്ടെത്തിച്ചത് നോക്കൂ. ഞാൻ ഒരു നിമിഷം ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇന്ന് ആ ബന്ധങ്ങളുടെയൊക്കെ അടുപ്പം, അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ചെറിയച്ഛനോ ചിറ്റപ്പനോ എന്തെങ്കിലുമൊക്കെ ഒരു വാക്ക് ഉപയോഗിക്കില്ലേ? ഉണ്ടോ ഇല്ലയോ? പറയൂ. ആ ഒരു അടുപ്പത്തിൻ്റെ ഒരു ഭാഷ വേറെയാണോ? ഇന്നിപ്പോൾ അങ്ങനെ ഒരു ഭാഷ ഉപയോഗിക്കുന്ന ഒരു കാലം നിങ്ങളുടെ മക്കളോട് ചോദിച്ചു നോക്കും, ചിലപ്പോൾ ഇതൊക്കെ തന്നെ കേൾക്കാൻ പറ്റുക. കാരണം അവർക്കത്ര ആഴത്തിലുള്ള ബന്ധങ്ങൾ ഇന്നില്ല, നഷ്ടപ്പെട്ടു. അപ്പം മനുഷ്യൻ അവൻ്റെ ലോകത്തിലേക്ക് ചുരുങ്ങും തോറും സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും പ്രയാസങ്ങളും പണ്ടത്തേതിനേക്കാളും അവർക്ക് പറയൂ കൂടും. അത് അവിടെയാണ് ആത്മീയതയുടെ പ്രസക്തിയും ഇനി കൂടേണ്ടത്. കാരണം തളർത്താൻ എളുപ്പത്തിൽ സാധിക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കണം. അതാണ് ഇന്ന് ഒരുപാട് പെൺകുട്ടികളൊക്കെ തളർന്നു പോകുന്നത്. കാരണം വീട്ടിൽ സ്നേഹമില്ല, അപ്പോൾ പിന്നെ വല്ലവനെയും സ്നേഹിക്കും, അത് സ്നേഹമാണെന്ന് അവർ തെറ്റിദ്ധരിക്കും. പക്ഷെ അവൻ്റെ ഉള്ളിൽ കാമമായിരിക്കും, അവനിവളെ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കും. അതോടുകൂടി ഈ കുട്ടി മാനസികമായി ഒന്നുകൂടിയും തകരും. കാരണം ആ കുട്ടി അതല്ല പ്രതീക്ഷിച്ചത്, സ്നേഹമാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ സ്നേഹിച്ച വ്യക്തി സ്നേഹമല്ല തന്നത്. ഇതൊക്കെ സംഭവിക്കുന്നില്ലേ ഇന്ന്? ഉണ്ടോ ഇല്ലയോ? ഇതൊന്നും ആരോടും തുറന്നും പറയാൻ പറ്റില്ല. ഒരു ദിവസം ഉണ്ടാവും, അമ്മ നോക്കുമ്പോൾ തൂങ്ങിക്കിടക്കണു. ഓരോ വീടുകളുടെ അവസ്ഥയാണത്. കണ്ടില്ലേ? ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഒരു പയ്യൻ മതം മാറ്റാൻ ശ്രമിച്ചു, തൂങ്ങി എന്നൊക്കെ പറയുന്നത് കണ്ടില്ലേ? ഇതൊക്കെ ഇതന്നെയാ കേസുകൾ ആണോ? ഇപ്പം ഒരു കുട്ടി തൂങ്ങി മരിച്ചതിൻ്റെ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, മതം മാറ്റാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? ആ മതം മാറ്റാൻ ശ്രമിച്ചതിൻ്റെ മുന്നിലൊരു പ്രേമവും സ്നേഹമൊക്കെ ഉണ്ടല്ലോ, ഇല്ലേ? ഇവൾ ആ പയ്യനെ സ്നേഹിക്കാൻ പോയത് കൊണ്ടല്ലേ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. ആണോ അല്ലയോ? അവൻ വേറെ രീതി കണ്ടു, ഇവള് സ്നേഹത്തെ കണ്ടു, അവൻ കാമവും അവൻ മതവും ഒക്കെ കണ്ടു. ഇത്രയും വ്യത്യാസമുള്ളൂ. ഇങ്ങനെ ജീവിതത്തിൽ സ്നേഹമില്ല, സന്തോഷമില്ല, മനോബലമില്ല. എവിടെ കൊണ്ടെത്തിക്കും ഇതെല്ലാവരും? നിങ്ങൾ പറയൂ. ആരോഗ്യമുള്ള തലമുറയിലേക്കാണോ മനുഷ്യൻ പോകുന്നത്? ആണോ? അല്ല. അപ്പം ഇതിനെന്താ ഒരു പോംവഴി? ഇതിനെന്താ ഒരു പരിഹാരം? ഇങ്ങനെ അങ്ങോട്ട് പോവല് തന്നെയാണോ? ഒരു മാറ്റം ഉണ്ടാക്കണോ? പറയൂ. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കണമെങ്കിൽ അത് അനുഷ്ഠാനങ്ങളിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അതിനാണ് നിങ്ങൾ കുട്ടികളെയൊക്കെ ക്ഷേത്രത്തിൽ കൊണ്ടുവരണം, ജപിപ്പിക്കണം. ക്ഷേത്രം എന്നത് ഒരു ജപഭൂമിയാക്കി മാറ്റണം. ക്ഷേത്രം എന്നത് ജപയജ്ഞഭൂമിയാക്കി മാറ്റണം. തൊഴുതു പോവാനല്ല, എന്തിനു വേണ്ടി? ജപിക്കാനുള്ള സ്ഥലമാക്കി മാറ്റണം. അപ്പം അങ്ങനൊരു ശീലം നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ വന്നാൽ, വൈകുന്നേരങ്ങൾ കുട്ടികൾ വരുമ്പോൾ ലളിതാ സഹസ്രനാമം അവരവിടെ ഇരുന്ന് ചൊല്ലും. മനസ്സിലായില്ലേ? രാവിലെ വന്നാൽ വിഷ്ണു സഹസ്രനാമ ജപം അവരവിടെ ഇരുന്ന് ചൊല്ലും. ഇത് നമുക്ക് ഇപ്പോഴേ തുടങ്ങി വയ്ക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനോബലമില്ലാത്തവർക്ക് വിദ്യാഭ്യാസമുണ്ടായിട്ടും അവർക്ക് പറയൂ കാര്യമില്ല. കാരണം എപ്പോഴാണ് മനസ്സ് താളം തെറ്റുക എന്ന് പറയാൻ പറ്റില്ല. താളം തെറ്റിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല, അത് തൂങ്ങും, കഴിഞ്ഞു, ജീവിതം തീർന്നു. മനസ്സിന് നമ്മുടെ ജീവിതത്തെ താളം ആകെ ആടിയുലച്ച്, മനസ്സിലായില്ലേ? ആകെ നമ്മളെ ഒരു വല്ലാത്ത പ്രക്ഷുബ്ധതയിലേക്കും വേദനയിലേക്കും കൊണ്ടുപോകാനുള്ളൊരു ശക്തി മനസ്സിലുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ സുനീതി എന്ത് ചെയ്തു? മകനെ തളരാനൊട്ടും അനുവദിച്ചില്ല. ഭഗവാനെ നീ മുറുകെ പിടിച്ചാൽ ഭഗവാൻ നിന്നെ ഉന്നതിയിലെത്തിക്കും. ഈ രണ്ട് വാക്കുകൾ കുട്ടിയുടെ ഉള്ളിൽ അങ്ങോട്ട് തറച്ചു. എന്താണ്? ഭഗവാനെ നീ മുറുകെ പിടിച്ചാൽ ഭഗവാൻ നിന്നെ. ഇപ്പം സുരുചി പറഞ്ഞതല്ല കുട്ടിയുടെ ഉള്ളിൽ കിടക്കണത്. ആര് പറഞ്ഞതാണ്? അമ്മ പറഞ്ഞത്. അത്രയും അതങ്ങോട്ട് സ്വാധീനിച്ചു കുട്ടിയെ. മനസ്സിലായില്ലേ? കുട്ടി അവിടെ നിന്ന് തീരുമാനിച്ചു, എന്നാൽ പിന്നെ ആരെ മുറുകെ പിടിക്കണം? ഭഗവാനെ. എങ്ങനെ പിടിക്കുക എന്നൊന്നും അറിയില്ലേ കുട്ടിക്ക്.
ഒറ്റ പോക്കാണ്. അതങ്ങോട്ട് തീരുമാനം എടുത്തു. കാരണം ഭഗവാനെ മുറുകെ പിടിച്ചാൽ എനിക്ക് ഉന്നതിയിലെത്താം. ഇത് മാത്രമേ ഈ കുട്ടിക്ക് ചിന്തയുള്ളൂ. അങ്ങനെ അങ്ങോട്ട് നടന്നു പുറപ്പെട്ടു. അമ്മ എതിർക്കാനും പോയില്ല. കാരണം ആ കുട്ടി നല്ല വഴിക്കേ വരൂ എന്നുള്ള പൂർണ്ണ ബോധ്യം ആർക്കുണ്ട്? അമ്മയ്ക്കുണ്ട്. അതാണ് ആ അമ്മ വളർത്തിയെടുത്ത ഒരു ശീലം. മനസ്സിലായില്ലേ? ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷൻ ഉള്ള കാലം. നമ്മൾ അമ്പലങ്ങളിലൊക്കെ കുട്ടികളെ കൊണ്ടുവന്ന് ജപം ശീലിപ്പിച്ചിട്ടില്ലേണ്ടല്ലോ. ആ കുട്ടികൾ കുറേ കഴിഞ്ഞാൽ തെറ്റായ കൂട്ടുകെട്ടിൽ പെട്ട്, നിങ്ങൾ കണ്ടു കാണും പലപ്പോഴും പല വീഡിയോസും. അമ്പലത്തിൽ ഉത്സവ സ്ഥലത്തായിരിക്കും കുട്ടികൾ പോകുന്നത്, പക്ഷെ ഉത്സവ സ്ഥലങ്ങളിൽ നിന്നല്ല പങ്കെടുക്കുന്നത്. ഏതെങ്കിലും പൊന്തക്കാടുകളിലിരുന്ന് അല്ലെങ്കിൽ ആരും കാണാത്തിടത്തിരുന്ന് ഈ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന വീഡിയോസൊക്കെ കണ്ടില്ലേ നിങ്ങളിങ്ങനെ? ഉണ്ടോ ഇല്ലയോ? അങ്ങനെയുള്ള വഴിതെറ്റിപ്പോകുന്ന ഒരു സമൂഹമായി കുട്ടികൾ മാറുന്നു. അപ്പം അതിനുള്ളൊരു പ്രതിവിധിയാണ് നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ നാമഭൂമിയായി മാറണം. ഏതായി മാറണം? അതിന് നിങ്ങളൊക്കെ മുതിർന്നവർ നേതൃത്വം കൊടുക്കണം. നാമയജ്ഞത്തിൻ്റെ ഒരു ഭാഗവതത്തിലെ അവസാനത്തെ വരി ഓർക്കുക. എന്താണ് അവസാനത്തെ വരി? നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം. ഇതിനാണ് ക്ഷേത്രം ഉപയോഗിക്കേണ്ടതെന്ന ഒരു ബോധം നമ്മൾ സമൂഹത്തിലേക്ക് ക്രമേണ കൊണ്ടുവരണം. വേണോ വേണ്ടയോ? പറയൂ. അതെന്തിനാണ്? ശ്രദ്ധിക്കുക നിങ്ങൾ. നമ്മുടെ മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് 3 ഗുണങ്ങളാൽ സമ്മിശ്രിതമാണ്. മനുഷ്യൻ്റെ മനസ്സിൽ 3 ഗുണങ്ങളുണ്ട്. ഏതൊക്കെയാണ് 3 ഗുണങ്ങൾ? മനസ്സിനെക്കുറിച്ചുള്ളൊരു പഠനം ഭാരതീയ ഋഷിയന്മാരാണ് കൂടുതൽ നടത്തിയിട്ടുള്ളത്. ഏതൊക്കെയാണ് മനസ്സിൻ്റെ ഗുണങ്ങൾ? സത്വം രജതമൈതി ഗുണാ പ്രകൃതി സംഭവം, 14-ാം അധ്യായത്തിൽ 5-ാം ശ്ലോകം. അതായത് നമ്മൾ കുട്ടികളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. അവരുടെ മനസ്സിൽ 3 ഗുണങ്ങളുണ്ട്. ഏതൊക്കെയാണ് 3 ഗുണങ്ങൾ? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. തമോ ഗുണം എന്ന് പറയുന്നത് കണ്ടു ശ്ലോകം 14-5. സത്വം രജതമൈതി ഗുണാ പ്രകൃതി സംഭവ നിബന്ധന്തി മഹാബാഹോ ദേഹേ ദേഹിനം അവ്യയം. 14-ാം അധ്യായം 5-ാം ശ്ലോകം. അപ്പം അവിടെ കൃഷ്ണൻ പറയുന്നു ഈ 3 ഗുണങ്ങൾ, ഈ 3 ഗുണങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ 3 ഗുണങ്ങളുടെ നേച്ചർ എന്താണ്? തമോ ഗുണം എന്ന് പറയുന്നത്, വളരെ ശ്രദ്ധിക്കൂ, തമോ ഗുണം എന്ന് പറയുന്നത് അലസതയും അവശതയും ആവരണവുമാണ്. എന്താണ് തമോ ഗുണം? അലസതയും അവശതയും ആവരണം. ആവരണം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഉള്ളിലുള്ള റിസോഴ്സിനെ മുഴുവൻ തമോ ഗുണം എന്തു ചെയ്യും? മറച്ചു വെച്ച് കളയും. തമോ ഗുണം അങ്ങനൊരു ആവരണം സൃഷ്ടിക്കും, ഒരു വലിയ പുകമറ സൃഷ്ടിക്കും. മനസ്സിലായില്ലേ? തമോ ഗുണം പുക പോലെ എന്ന് പറയാം. പുകയുണ്ടാവണമെങ്കിൽ എന്ത് വേണം? പുകയുണ്ടാവണമെങ്കിൽ എന്ത് വേണം? തീ വേണം. തീയില്ലാതെ പുക ഉണ്ടാവുമോ? പക്ഷെ പുകയ്ക്ക് എന്താ ഒരു കഴിവുള്ളത്? തീയുടെ തീവ്രത കുറഞ്ഞാൽ പുക എന്ത് ചെയ്യും? നിങ്ങൾ ഈ ഗണപതി ഹോമൊക്കെ കണ്ടിട്ടില്ലേ? തിരുമേനി ആ ഗണപതി ഹോമക്കുണ്ടിൽ തീ കൊടുത്തു കഴിഞ്ഞാൽ ആ ചകിരിയൊക്കെ കൂടെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പുകഞ്ഞങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് പുക നിറയും ഇല്ലേ? എന്നാലും ഉള്ളിലെന്തുണ്ട്? പുക വരുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഉള്ളിൽ തീയുണ്ട്. പക്ഷെ തീയേക്കാളും തീവ്രമായി ഏത്? പുക. ഇതാണ് തമോ ഗുണം. കഴിവുകൾ മുഴുവൻ എന്തു ചെയ്യും? അങ്ങനെ ഉള്ളിൽ അതങ്ങനെ മറച്ചു വെച്ച് കളയും, ആവരണം ഉണ്ടാക്കി കളയും. തമോ ഗുണം. കഴിവുകളില്ലാത്തവരായി ഈ ഭൂമിയിൽ ആരുമില്ല. കുട്ടികളിലൊക്കെ അപാര കഴിവുകളുണ്ട്, അത്ഭുത കഴിവുകളുണ്ട്. മനസ്സിലായില്ലേ? അതിഗംഭീരമായ കഴിവുകളുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും കുട്ടികളുടെ ക്യാമ്പ് നടത്തും. ക്യാമ്പ് നടത്തുമ്പോൾ ഈ കുട്ടികൾക്ക് ഞാൻ ഓരോ സ്കിറ്റ് കൊടുക്കും, എന്തെങ്കിലും ഒരു തീം വെച്ചിട്ട്. അതിനെക്കുറിച്ച് അവരോട് പറയും, ഒരു
10 പേരെയും കൊടുക്കും. ഒരു സ്കിറ്റിൽ 10 പേര്, 10 പേർക്ക് റോള് കൊടുക്കണം. ഒരു സ്കിറ്റ് ഉണ്ടാക്കാൻ പറയും. ഓരോരുത്തരും ഉണ്ടാക്കുന്ന സ്കിറ്റുണ്ടല്ലോ, അത്ഭുതമാണ്. സിനിമയെ വെല്ലുന്ന സ്കിറ്റ് ഉണ്ടാക്കിക്കളയുമ്പോൾ അത്ര ഗംഭീരം. അപ്പോൾ ആ കഴിവുകളൊക്കെ കുട്ടികളുടെ ഉള്ളിലുണ്ട്. നമ്മുടെ കുട്ടികൾക്കുള്ള പ്രത്യേകിച്ച് അവർക്ക് പരിശീലനം കൊടുത്താൽ അവരെന്തും പഠിച്ചെടുക്കാൻ അവർക്ക് കഴിവുള്ളവരാണ്, അല്ലേ? ഇപ്പം നീന്തൽ പഠിപ്പിച്ചാൽ അവർ നീന്തൽ പഠിക്കും, ഉണ്ടോ ഇല്ലയോ? അത്യാവശ്യമൊക്കെ സംഗീതം അവർക്ക് പഠിക്കാൻ പറ്റും. ഇപ്പം മേളം പഠിക്കുന്ന കുട്ടികളുണ്ട്, ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? എന്തും പഠിച്ചെടുക്കാൻ പറ്റുന്ന കുട്ടികൾ ആണ് ഇന്നത്തെ കുട്ടികൾ. അപ്പം അതും തന്നെ മനസ്സിലാക്കാലോ, ഇതെല്ലാം പഠിച്ചെടുക്കാനുള്ള കഴിവ് പുറമേ നിന്ന് വന്നതാണോ അതോ ഉള്ളിലുള്ളതാണോ? ഉള്ളിലുള്ളതാണത്. ഈ കഴിവുകളൊക്കെ പക്ഷെ എന്ത് പറ്റുമെന്നറിയോ? ഈ തമോ ഗുണം അങ്ങോട്ട് ഇതിനെ മൂടിക്കളയും. രജോ ഗുണം എന്തു ചെയ്യും? രജോ ഗുണം, തമോ ഗുണം മൂടിക്കഴിഞ്ഞാൽ രജോ ഗുണം വേണ്ടാത്തതിലേക്ക് അങ്ങോട്ട് അമിതമായി താല്പര്യം കാണിക്കും. രജോ ഗുണത്തിൻ്റെ പ്രത്യേകത മനസ്സ് വളരെ ചഞ്ചലമാക്കി കളയും. അപ്പം മനസ്സ് ചഞ്ചലമാകുമ്പോൾ കുട്ടികൾ ദുർബലതകളിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പം അതുകൊണ്ടാണ് കുട്ടികൾ മൊബൈലിലേക്കൊക്കെ അഡിക്റ്റഡ് ആവുന്നത്. കാരണം ഒരു വശത്ത് കഴിവുകൾ മറന്നു കിടക്കുമ്പോൾ വേറൊരു വശത്ത് കുട്ടി തൻ്റെ ജീവിതത്തിൽ സുഖവും സന്തോഷവും കണ്ടെത്തുന്നത് എളുപ്പത്തിൽ സുഖം കിട്ടാൻ സാധിക്കുന്ന കാര്യത്തിലാവും. ശ്രദ്ധിക്കണം, എന്നാലേ മനസ്സിലാവും. കഴിവുകളിൽ സുഖം കണ്ടെത്തുക, കഴിവുകളിൽ ഒരു രസം കണ്ടെത്തുക. ഇപ്പം നിങ്ങൾ നോക്കൂ, കുട്ടികളെ മേളം പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളെ എന്തെങ്കിലും പഠിപ്പിക്കുന്നു ആയിരിക്കുക, നൃത്തം. ആ കഴിവിൽ എല്ലാവരും ചേർന്ന് നൃത്തം ചെയ്യുമ്പോൾ ഒരു രസം കണ്ടെത്തുന്ന ഒരു കുട്ടിക്ക് ഈ മൊബൈൽ അഡിക്ഷൻ താരതമ്യേന പറയൂ കുറയും. കാരണം ഇവിടെ രസം കണ്ടെത്താൻ വേറൊരു കഴിവുണ്ട്, മനസ്സിലാവുണ്ടല്ലോ. നേരെ മറിച്ച് ഇത്തരം കഴിവുകളൊക്കെ വളർത്തിയെടുത്തില്ലെങ്കിലോ വേണ്ടാത്തതിലൊക്കെ സുഖം കണ്ടെത്താൻ ആ കുട്ടി ശ്രമിക്കും. ആരാ കുട്ടിയെ വഴിതെറ്റിച്ചത്? മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? കൂടെ വന്നില്ലേ നിങ്ങൾ? ഇപ്പം നമ്മളായാലും അങ്ങനെയാണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് ഈ നാരായണീയോ ഇങ്ങനെയൊക്കെ ഉള്ളതിലൊരു താല്പര്യം ഉണ്ടായിരിക്കും, നിങ്ങൾക്കൊരു ചിട്ടയുണ്ടോ എനിക്ക് ഇതിൽ നിങ്ങൾ രസം കണ്ടെത്തണമായിരിക്കുക. എങ്കിൽ രാവിലെ തന്നെ നിങ്ങൾ ഫോൺ എടുത്തിട്ട് വല്ലവരോടും വർത്തമാനം പറഞ്ഞ് സമയം കളയൂ? പറയൂ. കാരണം നിങ്ങൾക്കറിയാം അതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത്. ഇതുപോലെയാണ് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ അവരെ കഴിവുകളിലേക്ക് വളർത്തിക്കൊണ്ടുവന്നില്ലെങ്കിൽ അവർ വേണ്ടാത്തതിലെല്ലാം അമിതമായി സ്വാധീനിക്കപ്പെട്ട് മുഴുകിച്ചേരും. ഇതാണ് രജോ ഗുണം. അപ്പം രജോ ഗുണത്തെ തമോ ഗുണത്തോട് ചേർത്താൽ വേണ്ടാത്തതിൽ മുഴുകും. രജോ ഗുണത്തെ സത്വഗുണത്തോട് ചേർത്താൽ കഴിവുകളിൽ മുഴുകും. അപ്പം കുട്ടികളിൽ തമോ ഗുണവുമുണ്ട്, സത്വഗുണവുമുണ്ട്. സത്വഗുണത്തെ തമോ ഗുണം എന്ത് ചെയ്ത് കളയും? സത്വഗുണം എന്ന് പറഞ്ഞാൽ കഴിവുകളാണ്. കഴിവുകളെ തമോ ഗുണം എന്ത് ചെയ്യും? കൂടെ വന്നില്ല, മൂടിക്കളയെന്ന് പറഞ്ഞാൽ എന്താണ്? മൂടിക്കളയെന്ന് പറഞ്ഞാൽ ഈ സത്വഗുണത്തെ, കഴിവുകളെ വളർത്തിയെടുക്കാൻ പരിശീലനം വേണം. ഏത് വേണം? അപ്പം പരിശീലനം നേടാത്തോടത്തോളം കാലം ആ കഴിവിനെയെല്ലാം, പരിശീലനം കൊടുക്കാത്തോടത്തോളം കാലം ആ കഴിവുകളെല്ലാം തമോ ഗുണം മൂടിക്കളയും. അപ്പം തമോ ഗുണം മൂടിക്കഴിഞ്ഞാൽ രജോ ഗുണം തമോ ഗുണത്തോട് ചേർന്നു. അപ്പം രജോ ഗുണം തമോ ഗുണത്തോട് ചേരുമ്പോഴോ വേണ്ടാത്തതിലൊക്കെ ഇൻട്രസ്റ്റായി, വേണ്ടാത്ത കൂട്ടുകെട്ട്, കുറേ മൊബൈല്, ഇതൊക്കെ വഴിതെറ്റി. എന്നാൽ ആ കുട്ടിയുടെ രജോ ഗുണത്തെ ഇപ്പുറത്ത് ഏതിലേക്ക്? സത്വഗുണത്തിലേക്ക്. അതായത് കഴിവുകൾ പല കാര്യത്തിലും ആ കുട്ടിയെ കൊണ്ടുവരുമ്പോൾ കുട്ടിയുടെ തമോ ഗുണത്തിൻ്റെ തീവ്രത കുറഞ്ഞ് കുട്ടി വേണ്ടാത്തതിലല്ല രസം കണ്ടെത്തുക, കുട്ടിയുടെ പല നല്ല കഴിവുകളിൽ അത് രസം കണ്ടെത്താൻ തുടങ്ങും. ശരിയാണോ ഞാൻ പറയണത്? ശരിയാണോ? അപ്പോൾ വാസ്തവത്തിൽ ഈ കുട്ടികൾ വഴിതെറ്റുന്നത് ആരാ കാരണം? ഇനി പറയൂ നിങ്ങൾ, ആരാ കാരണം?
ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് അങ്ങനെ കഴിവുകളെ വികസിപ്പിക്കുന്ന ഒരു ഓറിയൻറ്റേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ആ കഴിവുകളെല്ലാം തമോ ഗുണത്താൽ മൂടി മറഞ്ഞ് വേണ്ടാത്തതിൽ കുട്ടികൾ അമിതമായി ശ്രദ്ധ ചെലുത്തും. ആരാണ് അതിന് ഉത്തരവാദി? പറയൂ, അവർക്ക് പറയൂ. അച്ഛനമ്മമാർ. അപ്പോൾ വെറും വിദ്യാഭ്യാസം മാത്രം പോരാ. വിദ്യാഭ്യാസം കഴിവല്ല, അത് മനസ്സിലാക്കണം. വിദ്യാഭ്യാസം കഴിവല്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷനാണ്. വിദ്യാഭ്യാസമല്ല കഴിവ്. പിന്നെന്താണ്? കഴിവുകൾ എന്നാൽ പരിശീലനങ്ങളാണ്. എന്താണ്? പരിശീലനം. ഇപ്പം നിങ്ങൾ പാട്ട്, അത് കുട്ടി എന്താ ചെയ്യിക്കുന്നത്? പാട്ട് ക്ലാസ്സിൽ പോയി കുട്ടി എന്താ ചെയ്യണത്? പാട്ട് പഠിക്കുകയാണോ പരിശീലിക്കുകയാണോ? വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചുപയോഗിക്കണം. നൃത്ത ക്ലാസ്സിൽ പോയി നൃത്തം പഠിക്കുകയാണോ നൃത്തം പരിശീലിക്കുകയാണോ? പറയൂ. പരിശീലിക്കുകയാണ്. നീന്തൽ ക്ലാസ്സിൽ പോയി കുട്ടി നീന്തൽ പഠിക്കുകയാണോ പരിശീലിക്കുകയാണോ? ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോയി നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുകയാണോ പരിശീലിക്കുകയാണോ? ഇതെല്ലാം പരിശീലനങ്ങളാണ്. മനസ്സിലാവുണ്ടല്ലോ. എന്നാൽ വിദ്യാഭ്യാസമോ അത് പഠിക്കലാണ്. പഠിക്കലൊരു ബോറിംഗ് ആണ്. എന്നാൽ പരിശീലനമോ അത് ഇൻട്രസ്റ്റിംഗ് ആണ്. മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് പലതരത്തിലുള്ള പരിശീലനങ്ങൾ വേണം. ക്ഷേത്രത്തിൽ കൊണ്ടുപോയി നാമം ചൊല്ലി പരിശീലിപ്പിക്കണം. ക്ഷേത്രങ്ങളിൽ ഒരുപാട് ക്ഷേത്രകലകളൊക്കെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. നമ്മുടെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രെയിനിങ് സെൻ്റർ ആയിരിക്കണം. ഇന്ന് കുറേ ക്ഷേത്രങ്ങളിലുണ്ടത്. മേളം പഠിപ്പിക്കുന്നവരുണ്ട്. ഇന്ന് പല ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഈ എന്താ പറയുക, നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ ഇവിടെ ഷൊർണൂറിനടുത്ത്, വള്ളത്തോളിൻ്റെ പേരിൽ കലാമണ്ഡലം സർവകലാശാല. ഈ കലാമണ്ഡലമൊക്കെ സത്യത്തിൽ നമുക്കൊരു ശാപമാണ്. തുറന്നു പറയണേ, ആർക്കും വിഷമം തോന്നരുത്. കാരണം നമ്മളെ സംബന്ധിച്ച് കലാമണ്ഡലമല്ല കലാകേന്ദ്രം, ക്ഷേത്രങ്ങളായിരുന്നു. ഏതായിരുന്നു? ഒരു കാലത്ത് ക്ഷേത്രങ്ങളായിരുന്നു. ക്ഷേത്രത്തിനകത്ത് കൂത്തമ്പലം എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളില്ലേ? ഉണ്ടോ? അവിടെ ഈ തരത്തിലുള്ള പരിശീലനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പഴയ കാലഘട്ടങ്ങളിൽ. പക്ഷേ അന്നത് വേണ്ട പോലെ കൊണ്ടു നടന്നില്ല. പിന്നെ അതിൽ അനാവശ്യ ജാതീയതയൊക്കെ വന്നു. അങ്ങനെയാണ് ഇതൊക്കെ കൈവിട്ടു പോയത്, ഇല്ലേ? ആണോ അല്ലയോ? അങ്ങനെയാണ് കലാമണ്ഡലമൊക്കെ ഉണ്ടാക്കേണ്ടി വന്നത്. അന്നേ ഒരു ഓപ്പൺ മൈൻഡോട് കൂടിയിട്ട് ഇതൊക്കെ കൊണ്ട് നടന്നിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ കുട്ടികൾ എവിടെ എത്തുമായിരുന്നു? എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ക്ഷേത്രങ്ങൾക്ക് കൊണ്ട് സാധിക്കുമായിരുന്നു. എന്ന് നമ്മുടെ ക്ഷേത്രങ്ങൾ സത്യം പറഞ്ഞാൽ അധപ്പതിച്ചിരിക്കുകയാണ്. കാരണം തൊഴുതു പോകാൻ മാത്രമുള്ള അവസ്ഥയിലേക്ക് ക്ഷേത്രം താഴ്ന്നുപോയി. തൊഴുതു പോകുന്ന കേന്ദ്രമല്ല വാസ്തവത്തിൽ ക്ഷേത്രം. മനുഷ്യൻ്റെ ഉള്ളിലുള്ള ദൈവീക കഴിവുകളെയൊക്കെ ഉണർത്തി മനുഷ്യ മനസ്സിനെ ദൈവീകമാക്കുന്ന കേന്ദ്രമായിരുന്നു ക്ഷേത്രം. മനസ്സിലായില്ല? ഇപ്പം നമ്മളത് മാറ്റി. ഇപ്പം മനസ്സിനെ ദൈവീകമാക്കാനല്ല, തൊഴുതു പോകാനുള്ള കേന്ദ്രമാക്കി. അതൊരു ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രത്തിനെ നമ്മൾ ക്ഷേത്രം നമുക്ക് പ്രയോജനപ്പെടുകയാണോ അതോ ക്ഷേത്രം ഒരു ലോവർ ലെവലിലേക്ക് പോവുകയാണോ ചെയ്തത്? പറയൂ. നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ ഹിന്ദുക്കൾ ക്ഷേത്രത്തിനെ വേണ്ട പോലെ പ്രയോജനപ്പെടുത്താൻ നമുക്കിപ്പോഴും പറയൂ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കുട്ടികളൊക്കെ ഒരു ലക്ഷ്യമില്ലാതെ ഉത്തരവാദിത്വമില്ലാതെ പോയത്.